لنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. واعلموا أمة سيدنا ومولانا محمد ما من ولد بار ينظر إلى والديه نظرة رحمة إلا كتب الله له بكل نظرة حجة مبرورا. فقالوا وإن نظر كل يوم 100 مرة. قال نعم الله أكبر وأطيب. صدق رسول الله صلى الله عليه وسلم. സർവാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പഞ്ചദിന പ്രഭാഷണത്തിന്റെ തുടക്കമായ മാതാപിതാക്കൾ എന്ന വിഷയമാണ് ഇന്നിവിടെ ചർച്ച ആരംഭിക്കുന്നത്.
ഇന്ന് അവസാനിക്കുകയില്ല. നാളെയും കൂടെ ഈ വിഷയമായിരിക്കും നമ്മൾ ചർച്ച നടത്തുന്നത്. എന്നിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. ലോകത്തെല്ലാം ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് പകരം നേടിയെടുക്കാനാവും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കാശ് കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ഒരു സാധനം ദുനിയാവിലുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ മാത്രമാണ്. അല്ലാത്തതൊക്കെ കാശുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഒന്ന് നേരെയായില്ലെങ്കിൽ അടുത്ത ഒന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഉദാഹരണത്തിന് സുഹൃത്തുക്കൾ. നാം ഉദ്ദേശിച്ച സുഹൃത്ത് വേണ്ടത്ര ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു സുഹൃത്തിനെ തേടാം. കെട്ടിയ പെണ്ണ് ഒരു നിലക്കും മുന്നോട്ട് ഒത്തുപോകൂല എന്ന് കണ്ടാൽ വേറെ ഒരു പെണ്ണ് കെട്ടാം. ഭർത്താവിനോട് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മറ്റൊരു ഭർത്താവിന്റെ കൂടെ പോകാം. എന്ന് പറഞ്ഞാൽ ഭാര്യയെ ചേഞ്ച് ചെയ്യാം, ഭർത്താവിനെ മാറ്റാം, കൂട്ടുകാരെ മാറ്റാം. മക്കൾ, ആ മക്കള് നമ്മള് ജന്മം നൽകിയ മക്കള് ഒന്നോ രണ്ടോ ഉണ്ടോ, അത് നമുക്ക് ഉപകരിക്കുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കളാ, പറഞ്ഞത് കേൾക്കൂല. എങ്കിൽ ഇവർ രണ്ടാളും ഏതായാലും ശരിയായില്ല. ഇനി മൂന്നാമത്തെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് നോക്കാവുന്നതാണ്. ഉള്ള പെണ്ണിൽ തന്നെ മൂന്നാമത്തെ ഒരു കുഞ്ഞുണ്ടാകുമോ നോക്കാം, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൽ ഒരു കുഞ്ഞുണ്ടാവുമോ എന്ന് നോക്കാം. അതൊക്കെ നടക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണ്. നിലവിലുള്ള ഭാര്യയെ തൊലാക്ക് ചൊല്ലി വേറെ ഒരു ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ചാൽ അവൾ എന്റെ ഒറിജിനൽ ഭാര്യയാണ്. ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, അടുത്ത ഒരു കുട്ടി എനിക്കുണ്ടായാൽ അവനും എന്റെ ഒറിജിനൽ കുട്ടിയാണ്. കൂട്ടുകാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉമ്മയും വാപ്പയും അത് വേറെ ഒന്ന് അതിന് പകരം കിട്ടില്ല. വളർത്തു മാതാവുണ്ടാകും, വളർത്തു പിതാവുണ്ടാകും. അതൊന്നും സാക്ഷാൽ വാപ്പയും ഉമ്മയും അല്ല. സാക്ഷാൽ ഉമ്മയും വാപ്പയും അല്ല. അപ്പൊ സാക്ഷാൽ ഉമ്മയും വാപ്പയും ആരാണ്? മം വലതക വമം വലതക. നിനക്ക് ജന്മം നൽകിയ പുരുഷൻ, നിനക്ക് ജന്മം നൽകിയ പെണ്ണ്, ഇവരാണ് നിന്റെ യഥാർത്ഥ ഉമ്മയും വാപ്പയും. ആ ഉമ്മായും വാപ്പായും അതിന് പകരം ഈ ലോകത്ത് നമുക്ക് മറ്റൊന്ന് കിട്ടൂല. കാശുള്ളത് കൊണ്ട് കിട്ടുമോ? പുതിയൊരു ഉമ്മാനും വാപ്പാനും വാങ്ങാൻ കിട്ടൂല. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുക. ബന്ധങ്ങളുടെ കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത ബന്ധം, വളരെ പ്രധാനപ്പെട്ട ബന്ധം, അത് മാതാപിതാക്കളുടെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് അർഹമുർ-റാഹിമായ റബ്ബ്, അർഹമുർ-റാഹിമായ റബ്ബ് അല്ലാഹുവുമായുള്ള ബന്ധം നിങ്ങൾ വഷളാക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ, അല്ലാഹുവുമായുള്ള ബന്ധം എത്ര ഭദ്രമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് നിങ്ങളുടെ രക്ഷിതാക്കളുമായുള്ള ബന്ധം അതും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ്.
വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്. നിന്റെ രക്ഷിതാവിന്റെ ഫൈനൽ തീരുമാനമാണ്. അള്ളാന്റെ ഫൈനൽ തീരുമാനമാണെന്ന് പറഞ്ഞാൽ പിന്നെ അന്തം വിടാൻ പറ്റൂല. എന്താ കാരണം? അള്ളാഹു പറയുന്നുണ്ട്, ഇദാ ഖളല്ലാഹു അംറ, അള്ളാഹു ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, വറസൂലുഹു, അള്ളാന്റെ റസൂലും ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ മുസ്ലിമീങ്ങൾക്ക് ആ വിഷയത്തിൽ ഖിയറത്തില്ല. എന്ന് പറഞ്ഞാൽ ചോയ്സ് ഇല്ല, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ, അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നേ പറ്റൂ. അപ്പൊ അള്ളാഹു ഒരു കാര്യം ഫൈനലായെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടത് വിശ്വാസിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വഖളാ റബ്ബുക, നിന്റെ രക്ഷിതാവിന്റെ ഫൈനൽ തീരുമാനമാണ്. എന്ത്? അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, ആ റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നത് പടച്ച റബ്ബിന്റെ അന്തിമ തീരുമാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പടച്ചവന്റെ തീരുമാനമാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടാൻ പറ്റില്ല. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തികളെ, വസ്തുക്കളെ, വ്യക്തികളെ ആരാധിക്കാൻ പാടില്ല. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾക്ക് എത്രമാത്രം ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ടോ, ഇത് നിങ്ങൾക്ക് ഞാൻ കമ്പൽസറിയാക്കിയതുപോലെ, നിർബന്ധമാക്കിയതുപോലെ ഞാൻ നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾക്ക് ജന്മം നൽകിയ ആണിനോടും പെണ്ണിനോടും മാതാപിതാക്കളോട് നിങ്ങൾ നല്ല ബന്ധത്തിലാവണം. എന്ത്? നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം. പടച്ചോനോടുള്ള ബന്ധം വഷളാക്കരുത്. നിന്റെ രക്ഷിതാവിനോടുള്ള ബന്ധം വഷളാക്കരുത് എന്ന് പറഞ്ഞതിനോടൊപ്പം അല്ലാഹു പറയാണ്, നിങ്ങളുടെ രക്ഷിതാക്കളോടുള്ള ബന്ധവും നിങ്ങൾ വഷളാക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് നമ്മുടെ യഥാർത്ഥ രക്ഷിതാവ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ രക്ഷിതാക്കളാണ് സത്യത്തിൽ നമ്മളെ ഉമ്മയും ബാപ്പയും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ, അല്ലെങ്കിൽ ഇമാം നസഫി തങ്ങൾ. എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിൽ കാണുന്ന രക്ഷിതാക്കൾക്ക് നീ നന്ദി ചെയ്യണം. മനസ്സുകൊണ്ട് നീ മനസ്സിലാക്കിയെടുത്ത ഒരു രക്ഷിതാവുണ്ട്, ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ, അത് പടച്ചോനാ. ആ പടച്ചവനെ നീ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണിൽ കാണുന്ന രണ്ട് രക്ഷിതാക്കളുണ്ട്. അതാരാ? ഉമ്മയും ബാപ്പയും. അതാണ് ചില സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞത്, ഉമ്മനെ പറ്റി എഴുതുമ്പോ ചില സാഹിത്യകാരന്മാർ എഴുതിപ്പോയിട്ടുണ്ട്, കണ്ണിൽ കാണുന്ന ദൈവമാണ് അമ്മ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ദൈവം എന്ന പ്രയോഗം പറ്റില്ല, ഇലാഹ് എന്ന പ്രയോഗം പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കാണുന്ന രക്ഷിതാവാണ് ഉമ്മയും ബാപ്പയും. അപ്പൊ അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോടുള്ള ബന്ധം നിങ്ങൾ വഷളാക്കരുത് എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിറകിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളെ രക്ഷിതാക്കളില്ലേ ഉമ്മയും ബാപ്പയും, അവരോടുള്ള ബന്ധം നിങ്ങൾ വഷളാക്കരുത്. എത്ര മഹത്തായ സന്ദേശം, എത്ര മഹത്തായ സന്ദേശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു നൽകിയിട്ടുള്ളത്. വബിൽ വാലിദൈനി ഇഹ്സാനാ,
അള്ളാനെ ആരാധിക്കണം, മാതാപിതാക്കളെയും ആരാധിക്കണമെന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാനെ ആരാധിക്കണം, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണം, നല്ല ബന്ധം പുലർത്തണം. വബിൽ വാലിദൈനി ഇഹ്സാനാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര കൃത്യമായിട്ട് ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു മൂന്ന് കാര്യങ്ങളോട് തട്ടിച്ചാ പറഞ്ഞത്. മൂന്ന് കാര്യങ്ങളല്ല, മൂന്ന് കാര്യത്തോട് ഒരുമിച്ചാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളെ മൂന്ന് തവണ പരാമർശിച്ചപ്പോ അതിനെ പരസ്പര പൂരകങ്ങളായിട്ടാണ് പറഞ്ഞത്. 6 വിഷയങ്ങൾ മൂന്ന് തവണയായി അല്ലാഹു പരസ്പര പൂരകങ്ങളായി പറഞ്ഞത് കാണാം വിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. ഇത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അള്ളാനെ അംഗീകരിക്കണം, അള്ളാനെ അനുസരിക്കണം, അള്ളാനോട് അനുസരണക്കേട് കാണിക്കരുത്. അപ്പോഴേക്ക് പറഞ്ഞു അള്ളാനെ മാത്രം അംഗീകരിച്ചാൽ പോരാ, റസൂലുള്ളാനെയും കൂടെ അനുസരിക്കണം. അള്ളാനെ അനുസരിക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകിൽ റസൂലുള്ളാനെയും അനുസരിക്കണം. ചില ആളുകളുണ്ട് ഖുർആൻ അംഗീകരിക്കും, ഹദീസ് അംഗീകരിക്കൂല. ഖുർആൻ പറഞ്ഞു അത് അള്ളാഹ് പറഞ്ഞതല്ലേ, അത് കേൾക്കാം. ഹദീസ് മുഹമ്മദ് നബി സ്വന്തം പറഞ്ഞതല്ലേ, നമ്മൾ കേൾക്കൂല. അങ്ങനെ പറയുന്നവരുണ്ട്, അവര് മുസ്ലിം അല്ല. അള്ളാനെ അനുസരിക്കണം, റസൂലുള്ളാനെ അനുസരിക്കണം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത്വാഅത്തുല്ലാഹിയും ഇത്വാഅത്തുർ റസൂലും. ഇനി പറയുന്നു രണ്ട്, രണ്ടാമത് അല്ലാഹു അവതരിപ്പിക്കുന്ന പരസ്പര പൂരകങ്ങളായി അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വിഷയം നിസ്കാരം മുറ പോലെ നിർവഹിക്കണം, പോരാ സകാത്ത് കൊടുത്തു വീട്ടണം. പറഞ്ഞപ്പോഴേക്ക് പറയുന്നു മൂന്നാമത്തേത് അനിഷ്കുർലി വലിവാലിദൈക്. മൂന്നാമത്തെ വിഷയം അതാണ്, അനിഷ്കുർലി. ഓ മനുഷ്യ, നീ എന്നോട് നന്ദി കാണിക്കണം കേട്ടോ, പോരാ വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണം. അല്ലാഹ് കൂട്ടിക്കെട്ടിയാ പറഞ്ഞു. എന്നോട് മാത്രം നന്ദി കാണിച്ചു, മാതാപിതാക്കളോട് കാണിക്കാതിരിക്കാൻ പറ്റൂല. അപ്പോ 3 വിഷയങ്ങൾ പരസ്പര പൂരകങ്ങളായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞെങ്കിൽ ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചു, പക്ഷേ വലം യുതിഇർ റസൂൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചില്ല, അല്ലെങ്കിൽ തിരിച്ച് റസൂലുള്ളാഹിനെ അനുസരിച്ചു, അല്ലാഹുവിനെ അനുസരിച്ചില്ല എങ്കിൽ ഫലം യുഖ്ബൽ മിൻ, അവനിൽ നിന്ന് ആ ഒന്നായിട്ട് സ്വീകരിക്കപ്പെടുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഞാൻ അല്ലാഹ് പറഞ്ഞതൊക്കെ കേൾക്കും, റസൂൽ പറഞ്ഞത് കേൾക്കൂല, അല്ലെങ്കിൽ റസൂൽ പറഞ്ഞത് കേൾക്കും, അല്ലാഹ് പറഞ്ഞത് കേൾക്കൂല എന്ന് പറഞ്ഞാൽ രണ്ടും അംഗീകരിക്കാത്തവനിൽ നിന്ന് ഒന്നും സ്വീകരിക്കൂല. രണ്ട്, അവിടെ ഒരാൾ നിസ്കരിക്കാൻ റെഡിയാണ്, പക്ഷെ വലം യുക്തി സക്ക, പൈസമ തൊട്ടിട്ട് കളിച്ചൂല. അങ്ങനെ ഉണ്ട് മനുഷ്യന്മാരെ കൂട്ടത്തിൽ, ഇങ്ങനെ കണ്ടല്ലോ. നിസ്കരിക്കാൻ ഇനിയും സുന്നത്തുണ്ടോന്ന് വെച്ചിട്ട് ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ വരും, പള്ളിയിലോ ഉസ്താദിന്റെ അടുത്ത് സുന്നത്തൊക്കെ കരിച്ചു, ഇനി ദിക്റുണ്ടോ സുന്നത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ 10 റുപ്യ കൊടുക്കണോടത്ത് മൂപ്പരെ കഴുത്തിൽ കത്തി വെക്കുന്നതിന് തുല്യ. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, നിസ്കരിക്കാൻ എത്ര റെഡി ആയിരിക്കും, പൈസ കൊടുക്കൂല.
വേറെ ചിലരുണ്ട് പൈസ എത്രയാ വേണ്ടത് മുസ്ലിയാരെ, അയാളോട് ചോദിച്ചത് 10,000, അയാൾ കൊടുക്കണ 1,00,000 റെഡിയാ. പക്ഷെ ആചാര്യങ്ങളും 1,00,000 ഉറുപ്പ്യ തന്നിട്ട് നമ്മൾ പുതുക്കി പണിത ആ പള്ളി പലരും തന്നപ്പോ 10,000 കൊടുത്തപ്പോ ആചാര്യ 1,00,000 കൊടുത്തത്. ആ പള്ളിയിൽ ആചാര്യ വന്നിട്ട് ഒരു റക്അത്തൊന്ന് നിസ്കരിക്കുക ഇല്ല, അതിന് ഉസ്മാൻകുട്ടിനെ വിളിച്ചോന്ന് പറയും. നിസ്കരിക്കാൻ വേറൊരാള്, കൊടുക്കാൻ വേറൊരാള്. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഉണ്ടാവാൻ പാടില്ല. നിസ്കരിച്ചു കൊടുത്തില്ല, കൊടുത്തു നിസ്കരിച്ചില്ല എന്ന രണ്ടും സ്വീകരിക്കപ്പെടുകയില്ല. പറയുന്നത് ഞാനല്ല, റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാക്കാണ്. അതിൽ മൂന്നാമത്തെ വിഷയമാണ് നമ്മുടെ വിഷയം. അനിഷ്കുർലീ വലിവാലിദൈ. മൂന്ന് കാര്യത്തോട് തട്ടിച്ച് പരസ്പര പൂരകങ്ങളായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞില്ലേ? മൂന്നാമത്തേത് അനിഷ്കുർലീ വലിവാലിദൈ. ഓ മനുഷ്യ, നീ എനിക്ക് നന്ദി പ്രകടിപ്പിക്കണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി പ്രകടിപ്പിക്കണം. നീ എന്നോടും നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. അനിഷ്കുർലീ വലിവാലിദൈക, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം. അപ്പൊ ഒരാൾ അള്ളാഹിനോട് നന്ദി കാണിച്ചു. നിസ്കാരം 5 വക്ത് ഉണ്ട്, ഹജ്ജ് ഉണ്ട്, നോമ്പുണ്ട്, ഖുർആനോത്തുണ്ട്, അതുപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ പടച്ചോന് ചെയ്യേണ്ടതൊക്കെ നേരത്തെ ചെയ്തു തീർക്കുന്നുണ്ട്. ഒറ്റ നിസ്കാരവും ഖളാ ആക്കൂല. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്, നോമ്പും ഖുർആനോത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യൂല? മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധത്തിലല്ല, മാതാപിതാക്കളോട് നന്ദിയില്ല, ഉമ്മാനോടും പാപ്പാനോടും നന്ദിയില്ല, പടച്ചോനോട് നന്ദിയുണ്ട്. ഈ മനുഷ്യനെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അയാൾ നിസ്കരിച്ചതും അല്ലാഹു സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് കാണിച്ച നന്ദി സ്വീകരിക്കണമെങ്കിൽ മാതാപിതാക്കളോട് ആദ്യം നന്ദി കാണിക്കണം, അല്ലെങ്കിൽ സ്വീകരിക്കൂല. മാതാപിതാക്കളോട് മാത്രം കാണിച്ചതുകൊണ്ട് കാര്യമല്ല, അള്ളാഹിനോടും കാണിക്കണം. ഇത് രണ്ടും ഒരേ രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്. മാതാപിതാക്കൾ എന്ന ബന്ധം, മാതൃപിതൃബന്ധം ലോകത്ത് നമുക്ക് പകരം വെക്കാനില്ലാത്ത ബന്ധമാണ്. എന്താ അതിന്റെ കാരണം? മാതാപിതാക്കൾക്ക് മക്കളോട് അവരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത് സ്നേഹമല്ല. ഭാര്യക്ക് ഭർത്താവിനോടുള്ളത് സ്നേഹമാണ്, ഭർത്താവിന് ഭാര്യയോടുള്ളത് സ്നേഹമാണ്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ളത് സ്നേഹമാണ്, കൂട്ടുകാരന് കൂട്ടുകാരനോടുള്ളത് സ്നേഹമാണ്, കൂട്ടുകാരിക്ക് കൂട്ടുകാരിയോടുള്ളത് സ്നേഹമാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് തിരിച്ചു മക്കളോടുള്ളത് സ്നേഹമല്ല. അത് സ്നേഹത്തിനപ്പുറത്ത് ഡെഫിനിഷൻ പറയാൻ കഴിയാതെ കിടക്കുന്ന, നിർവചനം പറയാൻ കഴിയാതെ കിടക്കുന്ന വാത്സല്യം എന്ന് പറയുന്ന ഒരു വല്ലാത്ത സംഭവ ബഹുലമായ സംഗതിയാണ് വാത്സല്യം. മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ളത് വാത്സല്യമാണ്, അത് സ്നേഹമല്ല. ഇവിടെയാണ് വിഷയം. എന്താ സ്നേഹവും വാത്സല്യവും തമ്മിലുള്ള വ്യത്യാസം? അത് പെട്ടെന്ന് പറഞ്ഞാൽ തിരിയും. സ്നേഹവും വാത്സല്യവും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് പറഞ്ഞാൽ തിരിയും. സ്നേഹത്തിന് അതിർവരമ്പുകൾ ഉണ്ടാവും, വാത്സല്യത്തിന് അതിർവരമ്പുകളൊന്നും ഉണ്ടാവില്ല. അതാണ് പിടിച്ചാ കിട്ടില്ല, അതാണ് വാത്സല്യം. സ്നേഹത്തിന്റെ അപ്പുറത്താണത് ഷഫഖത്ത്. അറബിയിലെ ഷഫഖത്ത് എന്ന് പറയും. ഈ ഷഫഖത്ത് എന്ന് പറഞ്ഞ സാധനം റഹ്മത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ്. സ്നേഹത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന, മഹബത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സംഗതിയാണ് ഷഫഖത്ത്, വാത്സല്യം. ഇപ്പൊ ഉദാഹരണത്തിന് ജ്യേഷ്ഠനെ നമ്മൾ അടിച്ചു, അല്ലെങ്കിൽ അനുജനെ അടിച്ചു, അവൻ പോയി കേസ് കൊടുത്തു.
പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ഒരു അല്പം സമയം വൈകിപ്പോയാൽ അവൻ വീണ്ടും വിളിക്കും, അല്ല ഞാൻ പെറ്റീഷൻ തന്നിട്ട് എന്താ തിരിഞ്ഞു നോക്കാത്തത്, അല്ലേ? അങ്ങനെ നമ്മളെ പിടിച്ചു കൊണ്ടേട്ടേ മൂപ്പര മനസ്സടങ്ങുള്ളൂ, അത് ജേട്ടനാണെങ്കിലും അനുജനാണെങ്കിലും ഒക്കെ. അതേസമയം നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ തല്ലി. സപ്പോസ് സംഭവിക്കാൻ പാടില്ല, രണ്ടും സംഭവിക്കാൻ പാടില്ല. ജേട്ടനെ അനുജനെ ഉമ്മനെയും വാപ്പനെയും ഒന്നും തല്ലരുത്. ഞാൻ പറഞ്ഞത് ഇത് സങ്കല്പിക്കുക, വേഗം മനസ്സിലാകാൻ. ഉമ്മനെ അടിച്ചു അല്ലെ വാപ്പനെ അടിച്ചു, തല്ല് കിട്ടിയ കക്ഷി പോയിട്ട് കേസ് കൊടുത്തു. പോലീസ് വരുന്നു, വീട്ടിൽ വന്നു, നിങ്ങളെ പോലീസ് വണ്ടിയിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോ അവര് റോട്ടിൽ കുതിച്ചു പായുമ്പോ ഉമ്മ കുറുക്കിന് ചാടുകയാണ്. ഇത് റോഡ് തിരിഞ്ഞു വരുമ്പോഴേക്കും ഉമ്മ കുറുക്കിനാണ് ചാടിയിട്ട് പോലീസ് വണ്ടി തടഞ്ഞു വെച്ചു. ഏയ് എന്റെ മക്കളെ, എന്റെ മകനെ, എന്റെ മകനെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഇറക്കി വിടണം. അപ്പൊ പോലീസുകാർ ചോദിക്കുക, ഉമ്മ നിങ്ങളല്ലേ പെറ്റീഷൻ തന്നത്, നിങ്ങളല്ലേ നിങ്ങളെ മകൻ നിങ്ങളെ തല്ലി എന്ന് പറഞ്ഞിട്ട് കേസ് തന്നത്? അതൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ മകനെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. അവനൊരു വിവരദോഷത്തിൽ അത് ചെയ്തു, വിവരക്കേട് കൊണ്ട് അവനത് ചെയ്തു. എനിക്ക് വേദനയായപ്പോ ഞാൻ അറിയാതെ വന്ന് കേസ് തരികയും ചെയ്തു, ഫയൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ അവനെ കൊണ്ടുപോയി ഇടിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇതാണ് ഈ വാത്സല്യം എന്ന് പറയുന്ന സാധനം. അത് വല്ലാത്ത സംഭവമാണ്. എന്റെ നാട്ടിൽ ഒരു കുട്ടി കിണറ്റിൽ ചാടി. ഞാൻ ഈ ഉദാഹരണം പറയുന്നത് വേഗം മനസ്സിലാക്കാൻ. കുറച്ചു മുമ്പാണ് ഒരു കുഞ്ഞ് കിണറ്റിൽ ചാടി. കിണറ്റിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പടച്ചോനെ, എന്റെ കുട്ടിയാണോ കിണറ്റിൽ വീണത് എന്ന് ചോദിക്കണം. ഇയാൾ ഓടി ഇന്ന് വന്നു, ഒറ്റ ചാട്ടാ കിണറ്റിലേക്ക്, ഒറ്റ ചാട്ടാണ് കിണറ്റിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഒപ്പത്തിനൊപ്പം അങ്ങ് ചാടി. പക്ഷെ അപ്പോഴേക്ക് കുട്ടി വിചാരിച്ചെടുത്ത് നിന്ന് പിടുത്തം വിട്ടിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു. കുട്ടി മുങ്ങി മരിക്കൽ കഴിഞ്ഞു പോയി. ജീവൻ ഉണ്ട് എന്ന് തോന്നി, കരക്കെത്തിച്ചപ്പോഴേക്ക് മരിക്കൽ കഴിഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ ഒരുപാട് ആളുകൾ ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തി. ഓടി വന്ന ഉടനെ, എന്തൊരു വിവരമില്ലാത്ത പണിയാണടാ നീ ഈ ചെയ്തത്. കുട്ടി കിണറ്റിൽ ചാടിയാൽ നീയോ അങ്ങ് ചാടൽ. ആ ചാടുന്ന ചാട്ടത്തിൽ ചെറിയ ഇടുങ്ങിയ കിണറാണ്, എവിടെയെങ്കിലും വെച്ച് അടിച്ചിരുന്നെങ്കിൽ, നേരെ വെള്ളത്തിലേക്ക് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും ചുമരിൽ വെച്ച് അടിക്കുകയാണെങ്കിൽ ഇയാളുടെ കഥ കഴിഞ്ഞു. ഒന്നും അയാൾക്ക് നോക്കാൻ സമയമല്ല. ഇത് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുമ്പോ, അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, കുറച്ചൊന്ന് ശാന്തായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് അത് പറഞ്ഞു കൊടുത്തപ്പോ അയാൾ എന്നോട് പറഞ്ഞു, സംഗതി അധികപ്പറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചെയ്തത് ബുദ്ധിമോശാണെന്ന് എനിക്കറിയാം. കുട്ടി മരിച്ചു, ഞാനും കൂടെ മരിക്കുന്ന പണിയാ ഞാൻ ചെയ്തത്, സംഗതി ശരിയാണ്. പക്ഷേ ആ ചാടിയ സമയത്ത് എന്റെ കുട്ടിയുടെ അടുത്തേക്ക് ഞാൻ എന്താ എത്താത്തത് എന്നായിരുന്നു എന്റെ വികാരം. എന്ന് പറഞ്ഞാൽ, ചാടാൻ പാടില്ല എന്ന് മനസ്സ് പറഞ്ഞാലും ബുദ്ധി പറഞ്ഞാലും ചാടണം എന്ന് പറയുന്നു പിറകിൽ നിന്നൊരാള്. അയാളാണ് ഈ തള്ളുന്നത്. അയാളുടെ പേരാണ് വികാരം. വികാരം, വിചാരം ചാടരുതെന്ന് പറയുമ്പം വികാരം ചാടണമെന്ന് പറയുന്നു. സ്വന്തം കുഞ്ഞിനോടുള്ള വാത്സല്യമാണത്. അതേ സമയത്തോ കൂട്ടുകാരനാണെങ്കിൽ അങ്ങനെ ചാടൂല, അല്ലേ? കൂട്ടുകാരനാണെങ്കിൽ അച്ചാട്ടം ചാടൂല, വാപ്പിയമ്മയാണെങ്കിലും ചാടൂല. അതായത് നേരത്തെ പറഞ്ഞു, വാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഉള്ള സ്നേഹമാണ്. വാപ്പാക്കുമ്മാക്കും ഇങ്ങോട്ട് തിരിച്ചുള്ളതാ വാത്സല്യം. വാപ്പ ഉമ്മയും ഇങ്ങോട്ട് തിരിച്ചു തരുന്നതാണ് വാത്സല്യം. അങ്ങോട്ട് കൊടുക്കുന്നത് സ്നേഹയാവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിക്ഷിക്കപ്പെടുമ്പോഴും ശിക്ഷിക്കുന്നവനോട് മനസ്സിൽ സ്നേഹം തങ്ങി നിൽക്കുന്ന ഒരു വല്ലാത്ത വികാരമാണ് വാത്സല്യം. ഇതാണ് മാതാപിതാക്കള് അവരുടെ കൽബിൽ സൂക്ഷിച്ചു വച്ചത്.
അതുകൊണ്ടാണ് മാതാപിതാക്കളോട് ഇത്രയും അധികം കടപ്പാടുകൾ ഉണ്ടാവാൻ കാരണം. മാതാപിതാക്കളോടുള്ള കടപ്പാട് ചെറുതല്ല. എത്ര കൊടുത്താലും മാതാപിതാക്കൾ അർഹിക്കുന്ന പ്രത്യുപകാരത്തിന്റെ ഒരംശം പോലും നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ല. റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ ഒരൽപ്പം കൊടുക്കുക, അത് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. സദസ്സിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഒക്കെ ഉണർത്തട്ടെ. ഇന്ന് മാതാപിതാക്കൾ പലരുടെയും വീട്ടിലൊരധികപ്പറ്റാണ്. വൃദ്ധസദനങ്ങൾ കൂണ് പോലെ മുളക്കുകയാണ്. ഇസ്ലാമിക സംഘടനകൾ പോലും വൃദ്ധസദനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മക്കളൊന്നും നോക്കാതെ തെരുവിലെറിയപ്പെട്ട മാതാപിതാക്കളെ നമ്മളൊക്കെ എടുത്തു പോറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്നതും ഒരു വലിയ പ്രതിഫലാർഹമായ പണിയായിരിക്കും ഇന്ന്. പക്ഷേ മാതാപിതാക്കളെ നോക്കാതിരിക്കാൻ മക്കൾക്ക് പിടിച്ചു കൊടുക്കുന്ന ഒരു വേല അതാകാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സംഘടന ഈ രംഗത്തേക്ക് വരുമ്പോ, വൃദ്ധസദനങ്ങൾ എന്ന പേരിൽ അത് പ്രവർത്തിക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടിയ മാതാപിതാക്കളെ കൊണ്ടുപോയി വീട്ടിൽ വികൃതി കാണിക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ആക്കായിരുന്നു, അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലാക്കാനായാൽ ആക്കായിരുന്നു എന്ന് പറയുന്ന ഉമ്മാരൂപ്പാരുണ്ട്. അങ്ങനെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തും. കുട്ടി പഠിക്കാനല്ല, വീട്ടിലെ വികൃതി അവസാനിക്കാൻ എന്നതുപോലെ അത് വീട്ടിൽ നിന്ന് ഈ ഭാരം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിടുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതേസമയം ഉമ്മയും ബാപ്പിയൊന്നും ഇല്ലാതെ വർജിക്കപ്പെട്ട ആളുകളെ മാന്യമായി കൊണ്ടുവരണം. ഇന്ന് ഇസ്ലാമിക സംഘടനകൾ ആ ഭാഗത്തേക്ക് ആലോചിച്ചു തുടങ്ങുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, എത്രയോ ഉമ്മമാരും ബാപ്പമാരും, നിങ്ങൾ ഇതിന്റെ ഗൗരവം അറിയുന്നില്ല, എത്രയോ ആളുകള് അവര് വൃദ്ധസദനങ്ങളിൽ കഴിയുമ്പോൾ അവസാനമായി അവർക്ക് താങ്ങും തണലുമാകുന്നത് ആരാണെന്നറിയോ? ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമുസ്ലിമീങ്ങളായ പലരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ ഈ 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സ് 90 വയസ്സുള്ള ഉമ്മമാരെ ഉപ്പമാരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ നോക്കാൻ ആളില്ല, കുളിപ്പിക്കാൻ ആളില്ല, മരുന്ന് കൊടുക്കാൻ ആളില്ല. അപ്പൊ ഈ വക ഒത്താശകളൊക്കെ ചെയ്തിട്ട് അവരെ മതം മാറ്റുന്ന ചുറ്റുപാട് ധാരാളം നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇസ്ലാമിക സംഘടനകൾ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിച്ചത് ചെയ്തേ പറ്റൂ. അതേസമയം മക്കളുള്ള മാതാപിതാക്കൾ ഇത്തരം ഇസ്ലാമിക സംഘടനകൾ ഉണ്ടാക്കിയ ഇത്തരം സംവിധാനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുവന്നാൽ ഏറ്റെടുക്കാൻ പാടില്ല. ശരിക്കും അവർക്ക് വയലു പറഞ്ഞു കൊടുക്കണം, അവരുടെ കൂടെ തന്നെ വിടണം. ഇത് ആരാരുമില്ലാത്തത് സംരക്ഷിക്കാനാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വൃദ്ധസദനം എന്ന പേരിലല്ലെങ്കിലും സ്നേഹസദനങ്ങളും കാരുണ്യ സദനങ്ങളുമൊക്കെ പല ഭാഗത്തും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മോശപ്പെട്ട സംഗതിയാണെന്ന് ആരും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്തിനല്ല, ഇതിനു വേണ്ടിയല്ല കൊടുക്കുന്നത്. മാതാപിതാക്കളെ എങ്ങനെങ്കിലും കൈയൊഴിക്കാൻ ഒരു ചാൻസ് അല്ല, കൈയൊഴിക്കപ്പെട്ട മാതാപിതാക്കളുടെ ഈമാൻ നഷ്ടപ്പെടരുത്. അവിടെ നമ്മൾ ചെന്ന് ഇടപെടേണ്ടതുണ്ട്. അത് മാത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്. പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി മാതാപിതാക്കളെ എറിയുന്ന ധാരാളം മക്കളുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അടക്കത് കൂണുപോലെ മുളച്ചു പൊങ്ങുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഉണ്ടാവാൻ പാടില്ല. നമ്മളെ വാപ്പയാരാ, നമ്മളെ ഉമ്മയാരാ, ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം ഒന്നിനും കൊള്ളരുതാത്തവരാകും. സംശയിക്കണ്ട. മുത്തുനബി തങ്ങളോട് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു മുസ്നദ് അഹ്മദിലുള്ള റിപ്പോർട്ടാണ്, തിരുനബിയുടെ ഹദീസ്. ഹബീബിനോട് വന്ന് ചോദിക്കുന്നു, നബിയേ, എന്റെ ഉമ്മയാരാ, വാപ്പയാരാ? ഉമ്മാനെ പറ്റിയും വാപ്പാനെ പറ്റിയും എനിക്കൊന്ന് പറഞ്ഞു തരുമോ തങ്ങളെ?
ഉമ്മയാരാ വാപ്പയാരാന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉടനെ തന്നെ റസൂലുള്ള കൊടുത്ത മറുപടി, ഹുമൽ ജന്നത്തു അവിന്നാർ. ഉമ്മയും വാപ്പയും ആരാ എന്നാ നീ ചോദിച്ചത്? അവർ നിന്റെ നരകവും സ്വർഗവുമാണ് മോനെ. സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നു, മലയാളികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വിശദീകരണം വേണ്ട. ഹുമൽ ജന്നത്തു അവിന്നാർ. ഉമ്മയും വാപ്പി ആരാന്നോ? അത് ഒന്നുകിൽ നിന്റെ നരകം അല്ലെങ്കിൽ നിന്റെ സ്വർഗം. തിരിഞ്ഞില്ലേ അതിന്റെ വ്യാഖ്യാനം? മുത്തുനബിയാ പറഞ്ഞതിന്റെ വിശദീകരണം ഇനി വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. ഉമ്മയും വാപ്പയും നിന്റെ സ്വർഗവും നരകവുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മാനെയും ഉപ്പാനെയും നോക്കി അവരുടെ പൊരുത്തം വാങ്ങി സ്വർഗം വാങ്ങാനും അവരുടെ പൊരുത്തക്കേട് വാങ്ങി നരകം വാങ്ങാനും എളുപ്പാ മോനെ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഉമ്മയും വാപ്പയും നിന്റെ നരകവും സ്വർഗവുമാണ് പറഞ്ഞാൽ, നീ നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉമ്മയും ഉപ്പയും ആയിരിക്കും. പൂർണ്ണാർത്ഥത്തിലല്ല പറഞ്ഞത് കേട്ടോ, മനസ്സിലാക്കണം. പറഞ്ഞതിന്റെ ഭാഷ ശൈലി മനസ്സിലാക്കിയാൽ തെറ്റിപ്പോവും. നീ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉമ്മയും വാപ്പയും ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഉമ്മാനി ബാപ്പാന്റെ പൊരുത്തുണ്ടെങ്കിലേ പടച്ചോന്റെ പൊരുത്തം ഉണ്ടാവുള്ളൂ എന്ന് റസൂലുള്ള പറയുന്നു. അപ്പൊ അവരുടെ പൊരുത്തം വാങ്ങേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. സ്വദഖ റസൂലുള്ളാഹി. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല വാക്ക്, എത്ര സുന്ദരമാണ് ഈ വാക്ക്. മുത്തുനബിയാ പറഞ്ഞ വാക്ക്. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം. നാളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മ എന്ന് മാത്രം ഒന്ന് പറയാനാണ്. കാരണം ഉമ്മ വാപ്പ എന്ന് പറയുന്നത് മാതാപിതാക്കൾ എന്നതാണ്. ഉമ്മയും വാപ്പയും കൂടെ ഉൾപ്പെട്ടിട്ട് നാളെ ഉമ്മനെ പ്രത്യേകം പറയാൻ കാരണം സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഉമ്മുക്ക് ഉമ്മുക്ക് ഉമ്മുക്ക്. 4ാമത്തെ തവണയാണ് അബൂക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നാളെ നമുക്ക് ഉമ്മ എന്നുള്ള ഒരു വിഷയം മാത്രം പറയാം. ആരാണ് ഉമ്മ? ഇൻഷാ അല്ലാഹ് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. ഇന്ന് മാതാപിതാക്കളെ മൊത്തം ബാധിക്കുന്ന വിഷയ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല, മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ഗുണം ചെയ്തു കൊടുത്താലും അതെവിടെയും എത്തുകയില്ല. സുബ്ഹാന മൻ ജല്ല ജലാലു, സുബ്ഹാന മൻ ജല്ല ജലാലു. ഒറ്റ സംഭവം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മൾ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഉള്ളോൽക്കൊന്നും ഉറക്ക തെർദിയത്തിക്കൂടെ? ഉള്ളോൽക്കൊന്നും ഉഷാറായിട്ട് തെർദിയത്തിയല്ല. റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒന്ന് ഉഷാറായിട്ട് ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ ഞാനും അതിനനുസരിച്ച് തണുക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ തെർദിയത്തും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്തും ഒക്കെ ഉറക്ക ചെല്ലണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മഹാനവറുകൾ റഅബ്നു ഉമർ റജുലൻ ഖദ് ഹമല ഉമ്മഹു അലാ അതിഖിഹി. ഉമ്മാനെ തോളിൽ വെച്ചിട്ട് തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടു. മതാഫിലെ, കഅബത്തിന്റെ മുറ്റത്ത് മതാഫില് ഉമ്മാനെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ഒരാൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമറും തവാഫ് ചെയ്യണം. അപ്പൊ വലിയ ഒരു ഉമ്മാനെ, പ്രായം ചെന്ന ഒരു ഉമ്മാമയെ, ഇയാളുടെ ഉമ്മയാണ്. ആ ഉമ്മയെ ഈ മകൻ കഴുത്തിൽ വെച്ചിട്ട്, നമ്മൾ ചെറിയ കുട്ടികളെ തോളിൽ വെച്ചിട്ട് തവാഫ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതൊക്കെ കാണാൻ പഞ്ഞപ്പെടുന്നത് മലയാളികളിലാണ്. നിങ്ങൾ കഅബത്തിന്റെ മുറ്റത്തൊന്നും ഇങ്ങനെ ചെന്ന് നോക്ക്. മതാഫില് കഴുത്തിൽ മക്കളെ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നവരുണ്ടാകും.
സുഡാനികൾ ഉണ്ടാവും, മിസ്രികൾ ഉണ്ടാവും, അവരൊക്കെ ചെയ്യുന്നുണ്ടാകും. നമ്മൾ മലയാളികൾ അവിടെയും ചെറിയ കുട്ടിയാണെങ്കിലും അതിനെ നടത്തിക്കാൻ വല്ല വകുപ്പുണ്ടോ നോക്കും. നമ്മളങ്ങനെയാണ്, നമ്മളെ സ്വഭാവം അതാണ്. അവരിങ്ങനെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കും, കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ നടക്കുന്നത് കാണാം. നല്ല ആരോഗ്യമുള്ള ടീമുമാണ്. നമുക്ക് ആരോഗ്യവും കുറവാ. കാരണം ഈ കട്ടൻ ചായയും പൂളയങ്ങിന്റെ ഞെട്ടിയല്ലേ തിന്ന് വളർന്നത്. അപ്പോ അതിനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതല്ല, അവര് വലിയ ആരോഗ്യമുള്ളവരാണ്. അതാ കുഞ്ഞിനെ കഴുത്തിൽ വെച്ചിട്ട് നടക്കുന്ന ലാഘവത്തില്, അതാ സ്വന്തം ഉമ്മയെ കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇടക്കിടക്ക് അബ്ദുല്ലാഹിബ്നു ഉമർ ആ മനുഷ്യൻ അങ്ങനെ നോക്കും, സന്തോഷം കൊണ്ട് നോക്കുക. ഒരു നല്ല മോന്, പടച്ചോനെ ഉമ്മാനെ തവാഫ് ചെയ്യിപ്പിക്കുന്നത് കണ്ടില്ലേ? ഉമ്മാനെ തോളിലേറ്റിയിട്ട് തവാഫ് ചെയ്യിപ്പിക്കുകയാണ്. ഇത് ചെറിയ സേവനമല്ലല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെറിയ സേവനമല്ല. ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുക. ഇന്നിപ്പോ അവിടെ വണ്ടി ഉണ്ടാകും ഉന്താൻ, വണ്ടി വെച്ചിട്ട് ഉന്തിയാ മതി. അതിന് പോലും മക്കൾക്കാവൂല. ആ ഉമ്മ ജന്മം കൊടുത്ത മകൻ ജിദ്ദേന്ന് വന്നിട്ടുണ്ടാവും ഉമ്മാനെ കാണാൻ, ഹജ്ജിന് വന്നപ്പോ അല്ലെങ്കിൽ ഉംറക്ക് വന്നപ്പോ. നമ്മളടുത്ത് വന്ന് ഉമ്മ എവിടെന്നൊക്കെ ചോദിച്ചു ഉമ്മാനൊക്കെ കണ്ട്, അടുത്ത ഉംറക്ക് അവനും പോരുകയാണ് ഉമ്മാന്റെ ഒപ്പം. എന്നിട്ട് ആ ഉമ്മാനെ ആ വണ്ടിയിൽ വെച്ചൊന്ന് തള്ളുമ്പം, പടച്ചോനെ, അള്ളാന്റെ വീട്ടിന് മുമ്പിൽ മുറ്റത്ത്, പടച്ചോന്റെ വീട്ടിന്റെ മുറ്റത്ത് അള്ളാനെ നേർക്ക് നേർ അനുഭവിക്കുന്ന ഒരു പരിശുദ്ധമായ സ്ഥലത്ത് എന്റെ ഉമ്മനെ ഞാൻ ഈ വണ്ടിയിൽ വെച്ച് തവാഫ് ചെയ്യാൻ ഉന്തിക്കൊടുത്താൽ എന്റെ റബ്ബിലേക്ക് എത്ര സന്തോഷത്തോടെ നോക്കുമെന്ന് പോലും ആലോചിക്കാൻ പറ്റാത്ത മക്കള്. പലപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ മക്കള് വന്നിട്ട്, നല്ല കുട്ടികളുണ്ട്, അവരുടെ ഉമ്മമാരുടെ തവാഫൊക്കെ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ പിന്നെ വയസ്സായ ഉമ്മമാര് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും തള്ളിക്കൊടുക്കും. അത്ര നല്ല മക്കളുണ്ട്. ആ കൂട്ടത്തിൽ ചിലരുണ്ട്, ഏത്, നമ്മൾ ഇവനോട് പറയാണ്, ഏതായാലും നിങ്ങൾ വന്നതല്ലേ, ഉമ്മാക്കൊരു ഹിദ്മയാവട്ടെ, ഉമ്മാക്ക് നടക്കാൻ പറ്റാത്തതല്ലേ, നിങ്ങൾ തള്ളിക്കൊടുക്കണം. അപ്പൊ മകൻ പറയാണ്, ഉസ്താദെ, അതിനാണ് നിങ്ങൾ അമീറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നിങ്ങളെ ടിക്കറ്റ് ഒക്കെ എൻ്റെ ഉമ്മാന്റെ പൈസയിലുണ്ട്, അതുകൊണ്ട് തള്ളിക്കൊടുത്തോളി. ഈ ഉസ്താദ് എന്നെ തള്ളണം? ഉസ്താദ് 2, 3 ഒക്കെ ഉംറക്ക് തള്ളി കൊടുത്തിട്ടുണ്ടാകും ഒരു പക്ഷേ ഈ പാവപ്പെട്ട ഉമ്മാനെ. വീണ്ടും ഈ അമീർ തള്ളിക്കൊടുക്കണം. ഞാൻ പറയുന്നത്, കഅബത്തിന്റെ മുറ്റത്ത് നിന്ന് പോലും ഉമ്മാക്ക് ഹിദ്മ ചെയ്യാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാർ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹിബ്നു ഉമർ ഇങ്ങനെ നോക്കുകയാണ്, തോളിൽ വെച്ചിട്ട് ഉമ്മാനെ തവാഫ് ചെയ്യാണ്. ഈ വണ്ടിയിൽ വെച്ച് തള്ളുന്ന സമയത്ത് ഉമ്മാക്കും ഞമ്മക്കും ഒരുമിച്ച് തവാഫ് കിട്ടും. നമ്മളെ തവാഫും ഉമ്മാന്റെ തവാഫും കൂടെ ഒരുമിച്ച് നടക്കും. നേരെ ഇങ്ങനെ തോളിൽ വെച്ചിട്ട് എടുത്ത്, കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അല്ലെങ്കിൽ തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ രണ്ടാലൊരാക്കേ പറ്റുള്ളൂ. അത് മസലയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഉപകാരപ്പെടും. രണ്ടാക്കും കൂടെ ഒരാക്കേ കിട്ടുള്ളൂ. ഒരാളെ ചുമന്നിട്ട് നമ്മൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഉമ്മാൻ്റെത്, അല്ലെങ്കിൽ മകൻ്റെത്, അല്ലെങ്കിൽ ഇവൻ്റെത്, ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. രണ്ടാക്കും കൂടെ ഒരുമിച്ച് കിട്ടൂല. അതേസമയം വണ്ടിയിൽ വെച്ച് തള്ളുകയാണെങ്കിൽ രണ്ടാക്കും നിയ്യത്ത് ചെയ്യാം. ഇവന്റെ തവാഫും ചെയ്യാം, ഉമ്മാക്കും ഉമ്മാന്റെ തവാഫും ചെയ്യാം. അത് മസ്അല പറഞ്ഞു തന്നതാ. കാരണം ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോ 3, 4 ഉംറ കഴിഞ്ഞ 5ാമത്തെ ഉംറയിൽ എന്റെ കൂടെ വന്ന ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഉമ്മാന്റെ തവാഫാണ് ഇപ്പൊ കഴിഞ്ഞത്, എന്റെ തവാഫ് വേറെ ചെയ്യണം, ഞാൻ ഇപ്പൊ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ വെറുതെ നിങ്ങളുടേത് വേറെ ചെയ്യുന്ന, ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ നെയ്യത്തും വെച്ചാൽ പോരെ, എന്നാ നിങ്ങൾക്കത് കിട്ടുമല്ലോ, എന്തിനാ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അങ്ങനെ പറ്റുമോ? എങ്കിൽ കഴിഞ്ഞ 4 ഉംറകളിലും ഞാൻ എന്ത് ചെയ്തു? എന്റെ ഉമ്മന്റെ തവാഫ് വേറെയും ചെയ്തു, എന്റെ തവാഫ് വേറെയും ചെയ്തു. അറിവില്ലാത്തത് കൊണ്ട് വന്ന നഷ്ടമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ തോന്നും, അതൊരു നഷ്ടമാണോ, തവാഫ് ഒന്നും കൂടി കിട്ടിയില്ലേ? അതൊന്ന് ചെയ്തു നോക്കണം, അപ്പൊ അറിയാം കേട്ടോ. ഒരു തവാഫ് 7 വട്ടം ചുറ്റി നോക്കണം. അതിന് പണി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല അപ്പളാ. അത് അത്ര എളുപ്പത്തിൽ കഴിയുന്ന സംഗതിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് മസ്അല കൂട്ടത്തിൽ പറഞ്ഞതാണ്. നമ്മളെ വിഷയം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ
ഒരു മോൻ ഉമ്മനെ തോളിൽ വെച്ചിട്ട് മതാഫിലൂടെ അങ്ങനെ കറങ്ങുന്നത് കണ്ടപ്പോ ഇടയ്ക്കിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്നയാണ്, സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന മഹാനാണ്. ഇടയ്ക്കിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മോനെയും ഉമ്മയെയും. ഈ പ്രായം ചെന്ന ഉമ്മാനെയും മോനെയും ഇങ്ങനെ നോക്കും. കാരണം ഈ മോനോടുള്ള സന്തോഷം കൊണ്ട് നോക്കുക, ഏതാ ഈ നല്ല കുട്ടി, നല്ല മോൻ. ചെറിയൊരു കുട്ടീനെ അല്ലല്ലോ, ഉമ്മാനെയാണ് തോളിൽ വെച്ചിട്ട് എടുത്ത് ത്വാഫ് ചെയ്യുന്നത് എന്നിങ്ങനെ നോക്കുമ്പോ ഇയാൾക്ക് തോന്നി, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് എന്നോട് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്റെ ഉമ്മാക്ക് ഞാൻ ഈ ചെയ്യുന്ന ഹിദ്മ കണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ ഇങ്ങനെ തോന്നുകയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ അടുത്ത് ചെന്നു, നിങ്ങൾ ഇടക്കിടക്ക് എന്നെ അങ്ങനെ നോക്കണുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാനെ എടുത്ത് തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടാണോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചത്? അതെ, അതുകൊണ്ട് തന്നെ നോക്കിയത്. എന്നാ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അത്തറാനി അന്നീ ജാസൈതുഹാ, എന്റെ ഉമ്മക്കുള്ള പ്രത്യുപകാരം ഞാൻ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിക്കാൻ, എന്റെ ഉമ്മക്ക് ചെയ്യേണ്ട പ്രത്യുപകാരമായിട്ടുണ്ടോ തങ്ങളെ ഇത്? ഞാൻ ഈ ചെയ്ത പണി അതിനുള്ള പ്രത്യുപകാരമായിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ലാ വലാ വാഹിദത മിനൽ മിആ വലാ ലാ ലാ വലാ ബിത്വൽഖത്തിൻ മിൻ ത്വലഖാതിഹാ. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ലാ ആയിട്ടില്ല, വലാ ബിത്വൽഖത്തിൻ മിൻ ത്വലഖാതിഹാ. നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ കുറെ പ്രസവ നോവുകൾ സഹിച്ചിട്ടുണ്ട്. പ്രസവ വേദന, പേറ്റുനോവ് കുറെ സഹിച്ചിട്ടില്ലേ നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ? ഒരു കുട്ടിനെ പ്രസവിക്കാൻ ഒരു വേദനയല്ലല്ലോ, ഒരിക്കൽ വേദന വരും, പിന്നെ ആ വേദന അങ്ങോട്ട് ശാന്താകും, വീണ്ടും വലിയ വേദന വരും, അതാണ്ട് അടങ്ങും, പിന്നെ അതിലും വലിയ വേദന വരും. അതിന്റെ ഇടയിലാണ് ഏത് നടക്കല്? പ്രസവം നടക്കല്. അമ്നിയോൻ സഞ്ചി, അത് ശരിക്കും അങ്ങനെ സങ്കോചിക്കുമ്പോഴാണ് സത്യത്തിൽ പ്രസവം നടക്കുക. അപ്പൊ സത്യത്തിൽ അപ്പോഴാണ് ഈ വേദന അനുഭവപ്പെടുന്നത്. എന്റെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പ്രസവം എന്ന് പറയുന്നത് ഒരുപാട് വേദനകൾക്കൊടുവിലുള്ള ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ പെണ്ണുങ്ങൾക്ക് പ്രസവത്തിൽ മരണപ്പെട്ടു പോയ ഷഹീദിന്റെ കൂലി കൊടുക്കാന്ന് പറഞ്ഞത് ഇസ്ലാം. ഫതുഹുൽ മുഈൻ അടക്കമുള്ള കിതാബിലുണ്ട്, പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് മരിച്ചാൽ അവൾ ഷഹീദത്താണ്, അവൾക്ക് രക്തസാക്ഷിയുടെ കൂലിയാണ്. ഫതുഹുൽ മുഈൻ അടക്കമുള്ള കിതാബില്, ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഇത് രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. പ്രസവിക്കുന്ന സമയത്ത് മരിച്ച പെണ്ണ് ഷഹീദത്താണ്, രക്തസാക്ഷിയുടെ കൂലിയുണ്ട് അവൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്, പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് പ്രസവം എന്ന് പറയുന്നത്. വലിയ കൂലിയുള്ള കാര്യമാണ്. അപ്പൊ പല വേദനകൾ സഹിച്ചിട്ടല്ലേ, ഒരുപാട് വേദനകൾ. ഒരു വേദന വന്ന് അടങ്ങിയിട്ട് പിന്നത്തെ വേദന വരുമ്പോ പെണ്ണ് വിചാരിക്കും, പടച്ചോനെ അടുത്തത് വരാതിരുന്നെങ്കിൽ, കാരണം അതിലും വലുതാ പിന്നെ വരിക. പക്ഷെ ആ വേദന വന്നെങ്കിലേ പ്രസവിക്കുകയുള്ളൂ. ശരി തന്നെയാണ്. അപ്പൊ അത്രയും വലിയ വേദനകൾ സഹിച്ചുകൊണ്ടല്ലേ മോനെ നിന്നെ പ്രസവിച്ചത്. അതുകൊണ്ട് നിന്നെ പ്രസവിക്കാൻ നിന്റെ ഉമ്മ സഹിച്ച പേറ്റുനോവുകളിൽ ഒരു പേറ്റുനോവിന് പോലും പകരമായിട്ടില്ല ഈ ത്വവാഫ് എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ സഹിച്ച പേറ്റുനോവുകളിൽ ഒരു പേറ്റുനോവിന് പകരമായിട്ടില്ലത്. പിന്നെ എത്ര പേറ്റുനോവ് എടുത്തു, പിന്നെ എത്ര മുല തിന്നു, എത്ര കഷ്ടപ്പെട്ടു, എത്ര രാത്രികൾ ഉറക്കൊഴിച്ചു അല്ലേ നമ്മളെ പോറ്റി വളർത്താൻ. അതൊക്കെ ബാക്കി. നിന്നെ പ്രസവിക്കാൻ വേണ്ടി എടുത്ത പേറ്റുനോവുകൾക്ക് തന്നെ പകരമായിട്ട്, പേറ്റുനോവിൽ ഒന്നിന് പകരമായിട്ടില്ലത്, ഒരു വേദനക്ക് പകരമായിട്ടില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ വലിയ പ്രതീക്ഷയിലാ ചോദിച്ചത്, വലിയ പ്രതീക്ഷയിലാ ചോദിച്ചത്. എന്തായാലും പടച്ചോൻ സ്വീകരിക്കും എന്നുള്ള ആ വലിയ പ്രതീക്ഷയിലാ ചോദിച്ചത്. പക്ഷെ ആകെ തകിടം മറിഞ്ഞു. എന്നാൽ ഇത്രയും നല്ല ഒരു കുട്ടി എങ്ങനെ ചടപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആ സംഭവം കേട്ടപ്പോ എന്താ തോന്നിയത്? പടച്ചോനെ, ഉന്തുവണ്ടി വെച്ച് ഉമ്മാനെ തള്ളാൻ സന്മനസ്സില്ലാത്ത ഞമ്മള്
തോളിൽ വെച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന ലാഘവത്തോടെ ഉമ്മനെ തവാഫ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാളോട് എന്തൊരു സ്നേഹമായിരിക്കും നമുക്ക്. ഇത്ര നല്ല പണി ചെയ്ത, ഇത്രയും വലിയ ഉപകാരം ഉമ്മാക്ക് ഇത്രയും വലിയ ഹിദ്മ ചെയ്തു കൊടുത്ത ഈ മനുഷ്യനെ എങ്ങനെ ചടപ്പിക്കാൻ പാടുണ്ടോ നമുക്കും തോന്നും. ഇങ്ങനെ ചടപ്പിക്കാൻ പറ്റുമോ? എന്തിനാ പറഞ്ഞറിയോ? ഉമ്മയിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഉമ്മയോടുള്ള പ്രത്യുപകാരം ആകൂല. ഈ ഉമ്മയോടുള്ള കടപ്പാടിന്റെ വലുപ്പറിയിക്കാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അത് പറഞ്ഞത്. പക്ഷെ ഉടനെ പറഞ്ഞു കേട്ടോ, ലാ വലാ ബി തുൽഖത്തിൻ മിൻ തുലഖാതിഹാ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ എടുത്ത പേറ്റുനോവുകളിൽ ഒരു പേറ്റുനോവിന് പോലും പകരമല്ല ഇത് എന്ന് പറഞ്ഞു നിർത്തിയില്ല. ശേഷം മഹാനവറുകൾ പറയുകയാണ്, വലാകിന്നക ഖദ് അഹ്സൻത, വലാകിന്നക ഖദ് അഹ്സൻത, പക്ഷേ ഇജ്ജ് നല്ല കുട്ടിയാണ്, നീ നല്ല കുട്ടിയാ മോനെ, നിന്നെ പോലത്തെ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ പിന്നെയും പിന്നെ ഇങ്ങനെ നോക്കിയത്. ആള് നീ ഉഷാറാ. വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറ, അല്ലാഹ് ചെറിയ സേവനത്തിന് അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം തരട്ടെ, ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഉമ്മയോടുള്ള കടപ്പാടിന്റെ വലിപ്പം ആലോചിച്ചിട്ട് അത് ചെറുതായത്. നിന്നെ പോലെ ഒന്നും ചെയ്യുന്ന മക്കൾ ഉണ്ടാവൂല, അതുകൊണ്ട് ഞാൻ ദ്വാരക്ക, അല്ലാഹു നിനക്ക് വലിയ പ്രതിഫലം തരട്ടെ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മയോടുള്ള പ്രത്യുപകാരമാകൂല. നമ്മൾ എന്ത് ചെയ്താലും ഉമ്മമാർക്കുള്ള പ്രത്യുപകാരമാകും എന്നൊരിക്കലും ധരിച്ചു പോകരുത് കേട്ടോ. ഉമ്മ എന്നല്ല, മാതാപിതാക്കൾ മൊത്തം അങ്ങനെയാണ്. ഉമ്മ ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് നമുക്ക് നാളെ പറയാം. ഉമ്മ എന്നുള്ള ചർച്ച മാത്രം, അതിന് മാത്രം വകുപ്പുണ്ട്, അത് നാളെ കേൾക്കുമ്പോൾ തിരിയും. മാതാപിതാക്കളുടെ മൊത്തം കാര്യത്തിൽ അല്ലാഹ് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ ഒരു വാചകം, അതാണ് നമ്മൾ നേരത്തെ തുടങ്ങിയത്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. ഇതാണ് ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത്. മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണം എന്നത് പടച്ച റബ്ബിന്റെ ഫൈനൽ ഡിസിഷനാണ്, അള്ളാഹുവിന്റെ അന്തിമ തീരുമാനമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെയ്യാൻ പറ്റൂല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അല്ല പറഞ്ഞത് അംഗീകരിക്കുകയല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഇനി അവിടെ അധികാരമില്ല. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അതുവരെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഇനി അതിന്റെ അടുത്ത ഭാഗം ഒന്ന് നോക്ക്. അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കും. അത് മതി, അതിന് മാത്രം പറയാനുള്ളത്. അതോടുകൂടെ മാതാപിതാക്കളും നമ്മളുമായിട്ടുള്ള ബന്ധം അത് എത്ര മോശമായിട്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന കഴിഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ഇത് മാത്രമാണ് വിശദീകരിച്ചാൽ മാതാപിതാക്കളോടുള്ള സമീപനം മുഴുവനും അതിനുണ്ട്. എങ്ങനെയായിരിക്കണം മാതാപിതാക്കളോടുള്ള സമീപനം? ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ആദ്യം പറഞ്ഞു. വബിൽ വാലിദൈനി ഇഹ്സാനാ, വബിൽ വാലിദ് അത് മൊത്തത്തിലാ, മാതാപിതാക്കളോട് മൊത്തത്തിലുള്ള പെരുമാറ്റമാണ് ആ പറഞ്ഞത്. മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തുക, വബിൽ വാലിദൈനി ഇഹ്സാന. ഇനി പറയുന്നു ഇമ്മാ യബ്ലുഗന്ന, ഒന്നുകിൽ ഇൻദകൽ കിബറ, നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ച് കിടന്നേക്കാം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ, ഒന്നുകിൽ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ച് കിടന്നേക്കാം. അഹദുഹുമാ, മാതാപിതാക്കളിൽ ഒരാള്, ഔ കിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാളും വയസ്സായിട്ട് രോഗമായിട്ട് കിടന്നേക്കാം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ,
ആ സമയത്ത് ആ മാതാപിതാക്കളോട് നീ ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമ, അവരോട് കർക്കശമായ ഭാഷയിൽ സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് സ്നേഹം തുളുമ്പുന്ന സംസാരമാണ് നീ സംസാരിക്കേണ്ടത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ. സുബ്ഹാനല്ലാഹ്. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോടുള്ള പെരുമാറ്റ ശൈലികളുടെ സ്റ്റെപ്പുകളാണ് ഇവിടെ ഈ പഠിപ്പിച്ചത്. എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്? അതിലിപ്പോ മാതാപിതാക്കൾ വാർദ്ധക്യം പ്രാപിച്ച് കിടക്കുന്ന എന്തേ പറഞ്ഞ, അപ്പൊ വാർദ്ധക്യം പ്രാപിക്കാത്ത മാതാപിതാക്കളോട് ഗുണം ചെയ്യണ്ടേ? വേണം. അതാ ഞാൻ ആദ്യം പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, അതാദ്യം പറഞ്ഞു വെച്ചു. മാതാപിതാക്കൾ യുവാക്കളാണെങ്കിലും വാർദ്ധക്യം ചെന്ന വയസ്സന്മാരും വയസ്സത്തിലും ഒക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നോക്കണം. പക്ഷേ പ്രായം ചെന്ന് കഴിഞ്ഞ മാതാപിതാക്കളെ നീ പ്രത്യേകം പരിഗണിക്കണം. എന്താ കാരണം? അന്ന് അവർ നിന്റെ സഹായം ആവശ്യമുള്ളവരാണ്. പ്രധാനമായും ഒന്നത് തന്നെയാണ്, അന്ന് അവർക്ക് നിന്നെ ആവശ്യമുണ്ട്. 2, പ്രായമാകുന്നത് വരെ മാതാപിതാക്കള് ആർക്കും അധികപ്പറ്റല്ല. അതാ രണ്ടാമത്തെ കാരണം. ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തിൽ ഒരു 10 വയസ്സ് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, അന്ന് നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ആരാണ്? എല്ലാം അല്ലേ? ഒരു 10 വയസ്സ് സമയം വരെ നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ എല്ലാമാണ്. ഓൾ ഇൻ ഓൾ ആണ്, അല്ലേ? എല്ലാമാണ്. ചെറിയൊരു കുട്ടി ചെറുതാകും തോറും ഉമ്മനോട് സ്നേഹം കൂടും. 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളൊക്കെ വെറുതെ ചൂടാക്കാൻ വേണ്ടി നിങ്ങൾ ആ കുട്ടിയുടെ ഉമ്മയെയോ ഉപ്പയെയോ ഒന്ന് അടിച്ചു നോക്ക്. ആ കുട്ടിക്ക് നിങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ആവും പോലെ വന്നിട്ട് 2 തല്ല ആ കുട്ടി തരും. ഞാൻ പറയുന്നത്, ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളെ ജീവനാണ്. പക്ഷേ ശ്രദ്ധിക്കണം, കുറച്ചിങ്ങനെ പ്രായം വന്നു, പുതിയ കൂട്ടുകെട്ടുകൾ വന്നു, സ്കൂളും കോളേജും ഒക്കെ ആയി, അല്ലേ? പതുക്കെ ഇങ്ങനെ അകലും, ഉമ്മയായിട്ട് ഇങ്ങനെ അകന്നു തുടങ്ങും. കല്യാണം കഴിക്കുന്നതോടുകൂടെ ആ അകൽച്ച വീണ്ടും തുടങ്ങും. പിന്നെ അതൊരു വലിയ വിള്ളലാകും. പിന്നെ 10 കൊല്ലം മുമ്പ് തറവാട്ടിൽ നിന്ന് പറിച്ചു നട്ട ജീവിതത്തില് ഒരിക്കൽ പോലും തറവാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്. ചിന്തിക്കു മനുഷ്യ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്നലെയോ മിനിയാന്നോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെണ്ണ് ചൊല്ലിത്തന്ന ദുർമന്ത്രങ്ങൾ കാരണം, തലയണ മന്ത്രം കാരണം നിന്റെ പെറ്റുമ്മയെയും നിന്റെ പിതാവിനെയും നീ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി നീ തന്നെയാണ്. സംശയിക്കണ്ട. പെണ്ണുങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഉമ്മാനി ബാപ്പാനി ഒഴിവാക്കാൻ പറ്റൂല. എന്താ ഇത് സംഭവം? അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഹുമൽ ജന്നത്തു വന്നാർ. ഉമ്മയും ബാപ്പി നിങ്ങളെ സ്വർഗവും നരകവുമാണ്. നിങ്ങളെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഉമ്മയും ബാപ്പിയാന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പന്ത് തട്ടും? മാതാപിതാക്കളെ കൊണ്ട് അവരുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം തന്നെ വേണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരുമക്കൾ എന്ന സ്റ്റേജിലിരിക്കുന്ന സഹോദരിമാരോട്, യുവതികളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ആ വീട്ടിലെ വെളിച്ചങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പെരുമാറാൻ. നിർബന്ധമായിട്ടും പ്രായം ചെന്ന ഉമ്മ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. ഒന്ന് സഹിക്കുക, ഒന്ന് ക്ഷമിക്കുക. എന്താ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനുള്ളത്? ഇത് ഈ ഒരു പ്രായത്തിന്റെ ചാബല്യാണ് എന്ന് മനസ്സിലാക്കാനെങ്കിലുള്ള ഒരു വളരല് നമ്മൾ വളർന്നേ പറ്റുള്ളൂ. ആ ഒരു വളർച്ച നമുക്ക് അനിവാര്യമാണ്. ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങളോട് ഈ കുറുമ്പും കുശുമ്പും പറയുന്ന ഭാര്യമാരുണ്ടല്ലോ, നമ്മളോടൊക്കെ കുറുമ്പും കുശുമ്പും പറഞ്ഞ നമ്മളമ്മാനെ പറ്റി ദുർമന്ത്രങ്ങൾ ചൊല്ലിത്തരുന്ന ഭാര്യമാരില്ലേ, അവരിങ്ങനെ പറയും, ഏത് നിങ്ങളെ ഉമ്മേ പഴയ ജനറേഷൻ അല്ലേ, പുതിയ ജനറേഷൻ അല്ലല്ലോ, തലമുറയല്ലല്ലോ, സ്കൂളിലും പോയിട്ടില്ല, വിദ്യാഭ്യാസവും ഇല്ല, അപ്പൊ അത്രയൊക്കെ തന്നെ സംസ്കാരം ഉണ്ടാവുള്ളൂ എന്ന് അവള് പറയുമ്പോ നമുക്ക് തോന്നും, ഇവളിപ്പോ BA ആണ്, MA ആണ്, ഇംഗ്ലീഷ് MA ആണ്, ഇവളെന്തായാലും നന്നാവാൻ മതി.
ഇവൾ അമ്മായിമ്മ പോസ്റ്റ് കാർഡ് കയറി നോക്കണം, അതിലും വലിയ സാധനമായിരിക്കുമ്പോൾ നിങ്ങളെ കുട്ടികളൊന്ന് കല്യാണം കഴിച്ചു നോക്കണം. പിന്നെ ആ മരുമക്കളും ഇവരും തമ്മിലുള്ള തല്ല് തീർക്കലായിരിക്കും വയസ്സാം കാലത്ത് നിങ്ങളെ പണി. ഞാൻ പറയുന്നത് സഹോദരിമാരെ, പ്രായത്തിന്റെ ഒരു ചാബല്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം, വെച്ചേ പറ്റൂ. മാതാപിതാക്കളെ പട്ടിയെ ആട്ടുന്നത് പോലെ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന, മാതാപിതാക്കൾക്ക് നേരെ ആട്ടും തുപ്പും നൽകുന്ന മക്കളായി നമ്മൾ മാറരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, എത്ര കണ്ടു ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയില്ല. അള്ളാന്റെ റസൂല് നിങ്ങളെ നരകവും സ്വർഗവുമാണ് നിങ്ങളെ ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊന്നുമോളെ, നിന്റെ ഭർത്താവിന് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം ഞാൻ പറയുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഭാര്യ ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? തൻ്റെ മാതാപിതാക്കളുമായി ഒത്തുപോകാൻ സഹായിക്കലാണ്. മാതാപിതാക്കളുമായുള്ള അസ്വാരസ്യങ്ങൾ ഒഴിവാക്കലാണ്. അതായിരിക്കും ഒരു പെണ്ണ് ഒരു ഭർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. സദാസമയത്തും മാതാപിതാക്കളെ കുറ്റം പറയുന്ന മരുമക്കളാകരുത്. പെണ്ണുങ്ങൾ ചൊല്ലിത്തരുന്നതൊക്കെ മുഖവലക്കെടുക്കുന്ന ഭർത്താക്കന്മാരാകരുത്, പെങ്കൂസന്മാരാകരുത്. ഞാൻ പറയുന്നു, നമ്മൾ ആഖിറമാണ്, ശരിക്കു ചിന്തിക്കണം. ആഖിറമാണ്, അത് ശരിക്ക് ചിന്തിച്ചേ പറ്റൂ. ഇതൊക്കെ മാതാപിതാക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ഭാഗത്ത് നിന്ന് പറയുമ്പം എനിക്കതേ സമയത്ത് തന്നെ നിങ്ങളോട് പറയാനുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട്. മക്കളോട് ഉമ്മയാ വാപ്പയാ സ്വർഗ നരക, ഉമ്മാന്റെ കാൽക്കീല സ്വർഗം എന്നൊക്കെ പറഞ്ഞു മക്കളോട് വയത് പറയുമ്പോൾ ഇത്രയൊക്കെ ഗൗരവത്തിൽ നമ്മൾ പറയും. പക്ഷേ ഉമ്മമാരോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉമ്മയാ വാപ്പയാ എന്ന ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത് ആർക്കാന്നറിയോ? മക്കൾക്കാണ്. മക്കളോട് വയത് പറയുന്ന ഉസ്താദുമാര് ആ സമയത്ത് അവർ മക്കളുടെ സ്ഥാനത്ത് നിന്ന് കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമാനം നൽകുന്നത്. എന്നാൽ ചില വീടുകൾ ദുഷിക്കാനുള്ള കാരണം ആ വീട്ടിലെ അടുക്കളയിലെ വെളിച്ചമായ വിളക്കായ അമ്മായിയുമ്മയുടെ നാറുന്ന കൽബാണ്. അത് വലിയ പ്രയാസമുണ്ടാക്കാറുണ്ട് പല വീടുകളിലും. ഞാൻ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കളുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ വരെ മരുമക്കളും മക്കളും ഒക്കെ അത് സഹിക്കണം. കാരണം മുത്തുനബി തങ്ങള് മാതാപിതാക്കളോട് ഉള്ള കടപ്പാട് പറഞ്ഞപ്പം സ്വഹാബത്ത് എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, ഉമ്മയും ബാപ്പയും ഇവനെ ദ്രോഹിച്ചാലോ തങ്ങളെ? അങ്ങനുണ്ടാവുമല്ലോ ചില വീട്ടില്, മക്കളെടുത്തല്ല കുഴപ്പം, മാന്റെ ബാപ്പാന്റെ അടുത്താ കുഴപ്പം, ഉമ്മാന്റെ അടുത്ത് തന്നെയാണ് പ്രശ്നം. അങ്ങനത്തെ ചില വീടുകളൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും പറഞ്ഞുകൂടാ. ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞപ്പോ ചിലപ്പോ അമ്മായിമാർക്കൊക്കെ സഹസെന്ന് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഉസ്താദെ ഫുള്ള് തന്നെ വേറെ ഒന്നും പറഞ്ഞോളണമെന്നില്ല. അപ്പോഴാ പറയണത് അമ്മായിമാരും നന്നാവണം. കാരണം ഈ അമ്മായിമ്മ ഉമ്മ വല്യമ്മ എന്നൊക്കെ ഉള്ള ഈ പരിഗണന കിട്ടുന്നത് മക്കളുടെ അടുത്തും ഞമ്മളുടെ അടുത്തും ഒക്കെ. പടച്ചോന്റെ അടുത്ത് നിങ്ങൾ പടച്ചോന്റെ അടിയാത്തികളാ, പടച്ചോന്റെ അടിയാത്തികളും അടിമകളുമാണ്. അതുകൊണ്ട് തന്നെ സിറാത്ത് പാലം കടക്കുമ്പം കുറുമ്പും കുശുമ്പും ഉള്ള മനുഷ്യന്മാര്, അത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ആരാണെങ്കിലും ശ്രദ്ധിക്കണം. അനാവശ്യമായി മരുമക്കളെ ദ്രോഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നന്നായി ശ്രദ്ധിക്കണം, പേടിക്കണം. പടച്ചോൻ നിങ്ങളോട് പകരം ചോദിക്കുന്നുള്ളൊരു ബോധം നിങ്ങൾക്കും വേണം. പക്ഷേ എന്തെന്നെ ചെയ്താലും മക്കളോട് ഞാൻ പറയുന്നു, ഉമ്മയാ വാപ്പയാന്ന് കരുതിയിട്ടും നിങ്ങൾ ക്ഷമിക്കണം. അത് മക്കൾക്ക് സ്വർഗം കിട്ടാനാ, മറ്റത് ഉമ്മാർക്ക് സ്വർഗം കിട്ടാനുമാണ്. ദ്രോഹം ഒഴിവാക്കിയാൽ അവർക്കും സ്വർഗം കിട്ടും. സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ. അല്ല വെറുതെ ആരാന്റെ ഒരു കുട്ടിയാണെന്ന് കരുതി ഇങ്ങനെ എപ്പോഴും കുത്താൻ തന്നെയാണ് ഉമ്മാന്റെ തീരുമാനമെങ്കിൽ ആ ഉമ്മാക്ക് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ കുറച്ചൊന്ന് പണി ഉണ്ടാവും. അങ്ങനെ പെട്ടെന്നാണ് കയറി പോവില്ല. അതും ചിന്തിക്കണം. അത് പടച്ചോനുമായിട്ടുള്ള ഇടപാടാ. രണ്ടും ഭംഗിയായെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളെ
വഇൻ വലമാഹു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താരോ? വഇൻ വലമാഹു വഇൻ വലമാഹു വഇൻ വലമാഹു. 3 വട്ടാട് പറഞ്ഞു നബി, മാതാപിതാക്കൾ നിങ്ങളെ ദ്രോഹിച്ചാലും ശരി, ദ്രോഹിച്ചാലും ശരി, ദ്രോഹിച്ചാലും ശരി, നിങ്ങൾ പകരം പറയരുത്, ക്ഷമിക്കണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവ ബഹുലമായ ബന്ധമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിന് പകരം വെക്കാൻ പറ്റുന്ന ബന്ധമില്ല. അപ്പൊ ഈ മാതാപിതാക്കൾ പലപ്പോഴും അധികപ്പറ്റാവലപ്പെടാ വയസ്സാകുമ്പോഴാണ്. വയസ്സാകുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ചില വീടുകളിൽ, എല്ലാ വീടുകളിലും ഒരുപോലെ ആവില്ല, ചില വീടുകളിൽ ചെറിയ മകന്റെ വീട്ടിലായിരിക്കും ഉമ്മ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ ഉമ്മ അവിടെ ആയിരിക്കും ഉണ്ടാകുക, വാപ്പ എവിടെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇവർക്ക് ഈ ഉമ്മന്റെ വാപ്പന്റെ ആരോഗ്യകാലത്ത് ഇവർക്ക് ഇതൊരു അധികപ്പറ്റായി തോന്നൂല, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ കുറുമ്പും കുശുമ്പും ഒക്കെ ഇങ്ങനെ പുതിയാപ്പിളിനോട് പറഞ്ഞാലും ഒത്തുപോകും. എന്താ കാരണം? നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ വീട്ടിലെ മുഴുവൻ പണിയും പേറുന്നത് ആരാ? ഈ പാവം തള്ളയാ, ഉമ്മയാ. ഈ ഉമ്മയാണ്, ഈ വയസ്സെന്ന ഉമ്മയാ. ഇവളെ മക്കളെ മുഴുവൻ വൃത്തിയാക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വേണ്ടതൊക്കെ ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഉമ്മ കണ്ടറിഞ്ഞ്. അങ്ങനത്തെ ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു പരാതിയൊന്നും അവൾക്കില്ല. ചെറിയ ചെറിയ പരാതികളൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒപ്പിച്ചു പോകും. പക്ഷെ കിടന്നാണ് കഴിഞ്ഞാല്, എന്നാണോ ഉമ്മ കിടന്നത് അന്ന് ഇവളിവനോട് ചോദിക്കും, എന്തേ നിങ്ങൾ മാത്രമേ മകനുള്ളൂ, അപ്പുറത്തൊരുത്തുണ്ടല്ലോ, അവനെന്താവും 2 ആഴ്ച കൊണ്ടുപോയി നോക്കിക്കൂടെ, 1 മാസം എന്താ മറ്റോക്ക് കൊണ്ടുപോയി നോക്കിക്കൂടെ, പെങ്ങക്ക്. ഈ കോലത്തിൽ സംസാരിക്കാൻ തുടങ്ങും. ഓരി വെക്ക ഉമ്മാനെ നോക്കുന്ന കാര്യത്തിൽ, വാപ്പാനെ നോക്കുന്ന കാര്യത്തിൽ. അപ്പോ കിടപ്പിലായാലാണ് ചടക്കുക. അപ്പൊ അവിടെയാണ് ഇസ്ലാം ഇടപെടുന്നത്. ഒന്നുകിൽ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ച് കിടന്നേക്കാം. മഹാന്മാര് പറയുന്നു, ഇന്ദക എന്ന പ്രയോഗത്തിന്റെ കടുപ്പം എന്ത് ആശയം കിട്ടാൻ എത്ര പറഞ്ഞാൽ ഇമ്മാ യബ്ലുഗന്നൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന് പറഞ്ഞാൽ മതി. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന് എന്തിനാ പറഞ്ഞത്? നിന്റെ അടുത്ത് കിടക്കുക, നിന്റെ അടുത്ത് വയസ്സായി കിടന്നേക്കാം എന്ന് പറയാൻ കാരണം എന്താ? നിന്റെ ഉമ്മയും ബാപ്പയും എന്റെ അടുത്ത് തന്നെയാണ് കിടക്കേണ്ടത്. അത് പഠിപ്പിക്കാനാണ് അതാണ് ഖുർആന്റെ ഭംഗി. നോക്കി നിങ്ങൾ പഠിച്ചോൻ പറയുമ്പോ അതിലൊരു വാക്കാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇന്ദക്ക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ അടുത്ത് തന്നെ കിടക്കേണ്ടത്. അവർ വൃദ്ധസദനത്തിലല്ല പോയി കിടക്കേണ്ടത്, നിന്റെ അടുത്ത് തന്നെ കിടക്കേണ്ടത്. വയസ്സാകുമ്പോ വൃദ്ധസദനത്തിലേക്ക് മാറ്റരുത്, നിന്റെ അടുത്ത് തന്നെ വേണ്ടത്. പിന്നെയോ നിന്റെ അടുത്ത് കിടക്കുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ നീ പരിതപിക്കരുത്. എന്താ എന്റെ അടുത്ത് മാത്രം, എന്താ അപ്പുറത്തുമില്ല ഒരുത്തൻ ചോദിക്കരുത്. നിന്റെ ഉമ്മയും ബാപ്പിയല്ലേ, നിന്റെ അടുത്ത് കിടക്കട്ടെ. അവൻ അങ്ങനെ കൊണ്ടുപോകണം നോക്കണം എന്നും ഉണ്ടെങ്കിൽ അവൻ കൊണ്ടുപോകട്ടെ, നോക്കട്ടെ. അത് വിട്ടുതരൂല എന്ന് പറഞ്ഞിട്ട് അതിനും ജിഹാദ് ഉണ്ടാക്കണ്ട. ഉമ്മാനും ബാപ്പാനും വിട്ടുതരൂല, അതിനും ജിഹാദ് ഉണ്ടാക്കണ്ട. ഇനി ഉമ്മാക്കും ബാപ്പാക്കും ഒരു വീട്ടിൽ നിൽക്കലാണ് ഇഷ്ടം, അതിൽ മക്കള് ഇടപെട്ടിട്ട് ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തക്കേട് സമ്പാദിക്കും വേണ്ട. അവിടെ വെച്ചിട്ട് ആ വീട്ടിൽ നിന്നുകൊണ്ട് എല്ലാ മക്കളും കൂടെ സഹകരിച്ചു നോക്കണം. അങ്ങനെയൊക്കെയാ വേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഉമ്മന്റെ ബാപ്പന്റെ കൽബിന്റെ സന്തോഷാണ്, ഉമ്മന്റെ ബാപ്പന്റെ മനസ്സിന്റെ സന്തോഷാണ്. പക്ഷെ ഇന്ന് അതല്ല പരിപാടി. ഇന്ന് പെങ്ങന്മാരെ വീട്ടുകാരെ എത്തിക്കൊള്ളണം എന്നാ. 1 മാസം ഞാൻ നോക്കി, ഇനി 1 മാസം ജ്യേഷ്ഠൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് താത്ത നോക്കട്ടെ, ഇങ്ങനെ കൊണ്ടുപോവുക. എവിടുന്ന് പഠിച്ച സംസ്കാരാണിത്? പറ്റൂല. അങ്ങനെ കൊണ്ടുപോകുന്നതിനും നോക്കുന്നതിനൊന്നും വിരോധമല്ല കേട്ടോ. എല്ലാവരും ഒരേ മനസ്സോടെ ഞങ്ങൾക്കൊക്കെ ഉമ്മാനെ നോക്കണം എന്നുള്ള സന്തോഷത്തോടെ എല്ലാവരും ഒരു മനസ്സാണ്. ഉമ്മാക്കും ബാപ്പാക്കും ഇതിലൊക്കെ സന്തോഷമേ ഉള്ളൂ എങ്കിൽ പോകാം. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് മടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് തട്ടരുത്. ഉമ്മയോ വാപ്പയോ രണ്ടാലൊരാൾ കിടന്നേക്കാം, ഔകിലാഹുമ അല്ലെങ്കിൽ രണ്ടാളും കിടപ്പിലായേക്കാം. ഇതിനങ്ങനെ പറഞ്ഞത്. ഒരാൾ കിടന്നാ തന്നെ നോക്കി പൊരുത്തം വാങ്ങണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അതേസമയം ഔകിലാഹുമ രണ്ടാളും കിടന്നാലും പൊരുത്തം വാങ്ങുന്നത് കുറയരുത്. ഉമ്മ അക്കട്ടിലും ഉപ്പ ഇക്കട്ടിലും ആണ് കിടന്നു നോക്കണം. അപ്പളാ നോക്കി മടുക്കുക അല്ലെ. എന്നാലും നീ പൊരുത്തക്കേട് വാങ്ങരുത് മോനെ.
ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പ്രായമുള്ള മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ 3 ചട്ടങ്ങൾ അല്ലാഹു അവിടെ പഠിപ്പിച്ചു. ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ഛേ എന്ന് പറയരുത്. ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങളൊക്കെ അതിനോട് സഹകരിക്കണം. എല്ലാവരും സഹകരിക്കണം, നന്നായി സഹകരിക്കണം. കുറച്ചാളേ ഉള്ളൂ എങ്കിലും നിങ്ങൾ നല്ല പൈസ കൊടുത്തിട്ട് പ്രവർത്തകരെ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന് നിങ്ങൾ പറയരുത്. എന്ത് ഈ ഛേ എന്ന് പറഞ്ഞത്? അത് ഉഫി എന്നുള്ളതിന്റെ അർത്ഥം അല്ല. ഉഫ് ഉഫ് എന്ന് പറഞ്ഞാൽ കലിമത്തു തൗഫീഫ, ചടപ്പിക്കുന്ന വാക്ക്, വെറുപ്പിക്കുന്ന വാക്ക്. അത് ഛേ എന്ന് തന്നെ ആവണമെന്നില്ല. മലയാളികളുടെ തൊള്ളയിലൂടെ വരല് ഛേന്ന, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി മലയാളികളുടെ തൊള്ളയിൽ നിന്ന് തന്നെ ചില ഭാഗത്തേക്ക് വരുമ്പോ ഭൂ എന്നാ പറയല്, അതും അതിൽ പെടും. ഛേ തന്നെ പറഞ്ഞോളുന്നില്ല. അയ്യേ എന്ന് പറഞ്ഞു, അതൊക്കെ അതിൽ പെട്ടതാ. ഉഫിൻ എന്ന് പറഞ്ഞതിന്റെ വാക്കുകളാ, അർത്ഥങ്ങളാണ് അതൊക്കെ. അയ്യേ എന്ന് പറഞ്ഞു, ഛേ എന്ന് പറഞ്ഞു, ഭൂ എന്ന് പറഞ്ഞു. അത് ഞാൻ എന്ത് പറഞ്ഞാലും, പൂ ആണെങ്കിലും ഭീ ആണെങ്കിലും വെറുപ്പ്. അയ്യേ, അതുപോലെ തന്നെ ഈ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഉണ്ടല്ലോ, അറപ്പ് പ്രകടിപ്പിച്ചിട്ട് ചെയ്യരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഇതേതാണ്? ഒന്നാമത്തെ സ്റ്റെപ്പാ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മനസ്സറിയാതെ അനിയന്ത്രിതമായി പറയുന്ന വാക്ക്. മനസ്സിന്ന് നമ്മൾ അറിയാതെ പുറത്തേക്ക് വരുന്നതാണത്. ഉദാഹരണം പറയാം, എന്നാ വേഗം തിരിയും. നിങ്ങൾ നിങ്ങളെ ഉമ്മാനെയും ഉപ്പാനെയും പരിചരിക്കുകയാണ്. പറ്റ കിടപ്പിലായ ഉമ്മാനെയും ബാപ്പാനെയും പരിചരിക്കുകയാണ്. എപ്പോഴാ പരിചരിക്കുന്നത്? നിങ്ങളെ ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് വന്നു, ഉമ്മ കിടക്കുന്ന, സുഖമില്ലാതെ കിടക്കുന്ന റൂമിലേക്കാണ് ചെന്നപ്പോ നിങ്ങൾ അറിയാതെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂക്കങ്ങോട്ട് പിടിച്ചുപോയി, പൊത്തിപ്പോയി. കാരണം മൂത്രിച്ച് ബെഡ്ഷീറ്റും വിരിപ്പും ഒക്കെ വഷളായി കിടക്കുക. നിങ്ങൾക്ക് സങ്കടം തോന്നി. പടച്ചോനെ, എന്റെ മൂത്രം എത്ര വൃത്തിയാക്കി തന്ന ഉമ്മയാ, എന്റെ കാഷ്ടം എത്ര വൃത്തിയാക്കി തന്ന ഉമ്മയാ. പാൻസ് അഴിച്ചു, ഷർട്ട് അഴിച്ചു, നിങ്ങൾ ഉമ്മാനെ എടുത്തു, ബാത്റൂമിലേക്ക് വെച്ചു, നന്നായി കുളിപ്പിച്ചു, ഉമ്മാനെ കൊണ്ടുവന്ന് ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് അവിടെ ഉള്ള വിരിപ്പും ബെഡ്ഷീറ്റും ഒക്കെ വലിച്ചു, എല്ലാം വലിച്ച് ഷീറ്റുകളൊക്കെ എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് പുതിയ ബെഡ്ഷീറ്റും ഷീറ്റും വിരിപ്പും ഒക്കെ വിരിച്ചു കൊടുത്ത് അതിൽ ഉമ്മാനെ കിടത്തി സന്തോഷത്തോടെ. ഇതൊക്കെ വലിച്ച് ബാത്റൂമിലേക്ക് ഇട്ടു കഴുകാൻ. ഇങ്ങനെ നിങ്ങള് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നിട്ട് എന്റെ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്ന് കരുതി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ എടുത്ത്, ചുടുവെള്ളം എടുത്ത്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഉമ്മാക്ക് കൊടുക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോ കണ്ട കാഴ്ച, വീണ്ടും നിങ്ങൾ പോയി വന്നപ്പോഴേക്ക് 5 മിനിറ്റേ ആയുള്ളൂ, അപ്പോഴേക്ക് വീണ്ടും മൂത്രിച്ച് ആകെ അങ്ങോട്ട് വഷളാക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുള്ളൂ, അപ്പൊ തന്നെ വൃത്തികേടാക്കി. അപ്പൊ നമ്മൾ അറിയാതെ വന്നൊരു വാക്കുണ്ട്, അതാണ് ഏത്? അത് നമ്മൾ എത്ര നിയന്ത്രിച്ചാലും കൊണ്ട് വരും. എത്ര സ്നേഹമുള്ള കുട്ടിയാണെങ്കിലും വരും. മോനെ കരുതണട്ടോ, ഇങ്ങനെ ഒരു രംഗം നീ കാണുമ്പോ നീ കാലേ കൂട്ടി കാണണം. ഞാൻ എന്തോ ഉമ്മാക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു, ഉപ്പാക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു, അതുകൊണ്ട് എന്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കണം, വായ അടച്ചു പിടിക്കണം, സമ്മതിക്കരുത് തുറക്കാൻ. തുറന്നാൽ എന്തോ വന്നു. അവിടെയാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. മനസ്സറിയാതെ അനിയന്ത്രിതമായി നിങ്ങളെ വായിൽ നിന്ന് ചാടുന്ന ഛേ പോലെയുള്ള വാക്ക് പോലും പറയരുത്. എന്നിട്ടല്ലേ വലാ തൻഹർഹുമാ, കർക്കശമായ ഭാഷയിൽ ഉമ്മാനെ ചീത്ത പറയലും വെറുപ്പിക്കലും അതെന്തായാലും പറ്റൂല. തൻഹർഹുമാ എന്ന് പറഞ്ഞത് വലാ തൻഹർഹുമാ, അത് ഈ പരിപാടിയൊന്നും അല്ല, അത് ഇവിടുന്നൊക്കെ കേറിയ പരിപാടി. അതെന്താ? മൂപ്പരും കൊണ്ട് വന്നപ്പോ ഉമ്മ അങ്ങനെ മൂത്രമൊഴിച്ച് കിടക്കുക, അപ്പൊ ഛേ എന്ന് പറഞ്ഞ് നിർത്തിയില്ല ഇയാള്. പിന്നെയോ ഇത് കണ്ടപ്പോ ഇയാള് പറഞ്ഞത് എന്താ അറിയോ? ആഹാ, എന്താ തള്ളയത്? ഇതൊക്കെ വൃത്തിയാക്കി തരാൻ ഒരാൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇതൊക്കെ ഇങ്ങനെ മൂത്രിച്ച് കാഷ്ടിച്ച് എരപ്പാക്കിയിരുന്നത്? സൗകര്യമല്ല, അവിടെ കിടന്നോ.
അങ്ങനെ പറയരുത്. അതാ വലാ തൻഹർഹുമാ എന്ന് പറഞ്ഞത്. അത് ഉഫിന്ന് പറഞ്ഞ നിൽക്കണ ഏർപ്പാടല്ല. വലാ തൻഹർഹുമാ, കർക്കശമായ ഭാഷയിൽ ഉമ്മനോടും ഉപ്പനോടും സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്. കാരണം എന്താ? ഇത്ര വൃത്തിയാക്കി തന്നതാ. ചേന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രാഗിയിട്ടുണ്ടോ? അന്നൊരു ദിവസം മോനെ നീ ചെറിയ കുട്ടിയാ, ഉമ്മ നിസ്കാരക്കുപ്പായം മാറ്റി തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ ചൊല്ലാൻ നിൽക്കുകയാണ്. ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഉമ്മ നീ കരയുന്നത് കേട്ടത്. കുറച്ചു നേരമൊക്കെ ക്ഷമിച്ചു, കരച്ചിൽ അടങ്ങിയേക്കാം. പക്ഷെ അല്ല, കുട്ടി കൂടുതൽ കരയാം. അന്ന് ചെറുപ്പത്തിൽ ആ നിസ്കാരക്കുപ്പായത്തിൽ നിന്ന്, നിസ്കാരക്കുപ്പായത്തോടെ നിസ്കാരപ്പായയിൽ നിന്ന് നിന്റെ ഉമ്മ ഇറങ്ങി വന്നു. ഞാനൊരു ചെറിയ ചിത്ര പറയുന്നത്. ചെറുപ്പത്തിൽ നമ്മളെ ഉമ്മ നമുക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ സാധാരണ ഉമ്മമാർ ചെയ്യുന്നത് കാണുന്നതാ. നിസ്കാരക്കുപ്പായത്തിൽ വന്നു. അതാ തൊട്ടിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് കരയുന്ന നിന്നെ എടുത്തു, വൃത്തിയുള്ള നിന്നെ എടുത്തിട്ട് ഒരു മുണ്ട് നിസ്കാരക്കുപ്പായത്തിന്റെ മുകളിൽ വിരിച്ചു. ഒരു തുണിയോ മുണ്ടോ വിരിച്ചു. അതിൽ കിടത്തിയിട്ട് ഉമ്മ ഈ നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിലൂടെ അതാ നിനക്ക് മുല തന്നു. മുല പുറത്തെടുത്ത് നിനക്ക് പാല് തന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പാല് കുടിച്ച് ഇങ്ങനെ കിടക്കുന്ന സന്തോഷത്തിൽ കരച്ചിലൊക്കെ അടങ്ങി. ആ കിടക്കുന്ന സന്തോഷത്തിൽ നീ ഉമ്മയുടെ നിസ്കാരക്കുപ്പായത്തിലും ഈ തുണിയിലും ഒന്നടങ്കം അങ്ങ് മൂത്രിച്ചു. നീ നിസ്കരിക്കണമെങ്കിൽ നിസ്കാരക്കുപ്പായല്ല. എന്നാലും ആ ഉമ്മ എന്തേ ദജ്ജാലേജ് ചെയ്തത് എന്ന് ചോദിക്കുവോ? ഇല്ല, പറയില്ല അല്ലേ? എന്റെ മോനെ, നീ തന്നൊരു പണി എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ഉമ്മാനോടാണോ നീ കയർക്കുന്നത്? നീ എത്ര വൃത്തികേടാക്കിയതാ! അത്ര ഇല്ലല്ലോ ഈ ചെയ്ത പണി. ആ ഉമ്മക്ക് അന്ന് വിഷമം വന്നില്ലെങ്കിൽ ഇന്ന് എങ്ങനെ വരും നിനക്ക് വിഷമം? വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ആ മാതാപിതാക്കളോട് നീ സ്നേഹം തുളുമ്പുന്ന ഭാഷയിൽ മാത്രമേ സംസാരിക്കാവൂ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എങ്ങനെയാ സ്നേഹം തുളുമ്പുന്ന ഭാഷ? എന്തോ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ചേന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയും. എന്നാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലേ അടങ്ങുള്ളൂ. ഇപ്പൊ ഉമ്മ അവിടെ പറഞ്ഞതുപോലെ, ഏത് എന്റെ മോനെ, എന്റെ തന്നൊരു പണി എന്നൊക്കെ പറയില്ലേ, അതില് വെറുപ്പൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അടക്കുക. നേരെ മറിച്ച് എന്റെ ഷെയ്ത്താനെ നാ വിളിച്ചതെങ്കിലും കഴിഞ്ഞു കഥ അല്ലേ? അങ്ങനെയല്ല. എന്നതുപോലെ ഈ ഉമ്മ ഈ ചെയ്തത് ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉമ്മാക്കൊന്ന് പറയാലോ, മൂത്രമൊഴിക്കാണ്ട്. അത് പറഞ്ഞില്ല, മൂത്രം അങ്ങോട്ട് ഒഴിച്ചു. അപ്പൊ ഇയാള് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പറയരുത്, ചേന്ന് പറയരുത്. എന്താണിത്, കഴുകാൻ ആളുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ വൃത്തികേടാക്കുന്നത് ചോദിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ മനസ്സടങ്ങുള്ളെങ്കിൽ അത് സ്നേഹമുള്ള സംസാരം പറയണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അതെങ്ങനെ? ഒരു മഹാൻ വിശദീകരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വിരിപ്പ് വൃത്തികേടായതിനെ കുറിച്ച്, റൂം നാറുന്നതിനെ കുറിച്ച്, എന്റെ കാർപ്പറ്റ് നാറുന്നു, ഈ ബെഡ്റൂമിലേക്കോ ഈ റൂമിലേക്കോ ഒരാൾക്കും കടന്നു വരാൻ വയ്യ, മണത്തിട്ട് ഈ വീട്ടിൽ തന്നെ ആർക്കും കടക്കാൻ വയ്യ എന്നൊന്നും പറയരുത്. പിന്നെന്ത് ചെയ്യണം? നിങ്ങൾ ഉമ്മയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കും. സംഗതി മൂത്രിച്ചതിന് പരാതി പറയാണ്, പക്ഷെ അത് ഉമ്മയുടെ പക്ഷത്ത് നിന്ന് പറയാ. എങ്ങനെ? അയ്യോ എന്റെ ഉമ്മ, നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു മൂത്രമൊഴിക്കാണ്ടെങ്കിൽ? ഉമ്മാന്റെ ദേഹത്തിലൊക്കെ മൂത്രമായില്ലേ, ഉമ്മാന്റെ മുണ്ടൊക്കെ മൂത്രമായി മുഷിഞ്ഞില്ലേ ഉമ്മ? അതിൽ നിങ്ങൾ കിടക്കേണ്ടി വരുന്നത് ഒരു സെക്കൻഡ് ആണെങ്കിലും ഞാൻ കണ്ടാ വേഗം മാറ്റിത്തരും. പക്ഷെ ഒരു സെക്കൻഡ് സമയമെങ്കിലും മൂത്രത്തിൽ എൻ്റെ ഉമ്മ കിടക്കുന്നത് എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് വല്ലാത്ത സന്തോഷം തോന്നും. പഠിച്ചോനെ, ഇവന്റെ കാർപ്പറ്റ് അല്ല അവന് വലുത്, ഇവന്റെ ബെഡ്ഷീറ്റ് അല്ല അവന് വലുത്, ഇവന്റെ റൂമല്ല അവന് വലുത്. ഇപ്പോഴും ഈ 80 കഴിഞ്ഞ 90 കഴിഞ്ഞ ഒട്ടി ചുക്കി ചുളിഞ്ഞ ഈ ശരീരം, അതാണ് ഇവൻ ഇപ്പോഴും വലുത് എന്ന് ഉമ്മാക്ക് തോന്നിക്കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഇതാണ് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വേറെ ഒരു മഹാൻ ഇതിന് പറഞ്ഞ ഉദാഹരണം അതിലേറെ എന്റെ മനസ്സിന് ബോധിച്ചു. ഏതാണത്? ഒരു ഉപ്പ നിങ്ങളെ വീട്ടിൽ വന്ന്
കാണാൻ കൗതുകമുള്ള ഒരു സാധനം എടുത്തിങ്ങനെ നോക്കുമ്പോ അത് വീണ് പൊട്ടിപ്പോയി. അവിടെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഈ 3 നിലപാടും സ്വീകരിക്കാം. ആദ്യം പറഞ്ഞ ഛേ എന്ന് പറഞ്ഞിട്ട് ബാത്തിലാക്കണമെങ്കിൽ അങ്ങനെ ബാത്തിലാക്കാം, അല്ലെങ്കിൽ പൊളിച്ച ചീത്ത പറയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മൂന്നാമത്തെ സ്നേഹമയമായ സംസാരത്തിലൂടെ അത് പരിഹരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഉദാഹരണം, നിന്റെ വാപ്പ ഇന്നലെ നീ കുടിയിരുന്ന വീട്ടിലേക്ക് കയറി വരുന്നു. ഇന്നലെ നിന്റെ പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു, ഗൃഹപ്രവേശാണ്. ഇന്നലെ വീട്ടിലേക്ക് കയറിയിരുന്നതാണ്. ഇന്നലെ ജനത്തിരക്കിനിടയിൽ എന്തൊക്കെയാണെന്നൊന്നും കണ്ടിട്ടില്ല. വാപ്പ പിറ്റേന്ന് തറവാട്ടിൽ നിന്ന് വടിയും കുത്തിപ്പിടിച്ചിങ്ങനെ വരിക. വയസ്സായ വാപ്പ പുരയൊക്കെ കാണാൻ, മോന്റെ പുര കാണാൻ. അങ്ങനെ ഓഫീസ് റൂമിൽ വാപ്പാനെ ഇരുത്തി ഒരു ഗ്ലാസ് സുലൈമാനി കൊണ്ടുവന്ന് കൊടുക്കട്ടെ വാപ്പാക്കെന്ന് കരുതി ഇവൻ അടുക്കളയിൽ പോയി ഭാര്യനോട് അത് പറഞ്ഞ്, ഇതാ വാപ്പ വന്നിട്ടുണ്ട്, ഗ്ലാസ് ചായ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് മൂപ്പരും ഇങ്ങോട്ട് വരിക. അപ്പോഴേക്ക് വാപ്പ എന്ത് ചെയ്തു? ഓഫീസ് റൂമിൽ ഇങ്ങനെ കടന്നപ്പോ കണ്ണ് മുളച്ചിട്ട് കണ്ടിട്ടില്ലാത്ത ജാതിയാണ് ഷോക്കേസിലൊക്കെ ഇങ്ങനെ കാണുന്നത്. ഏതെല്ലാം തരത്തിലുള്ള പളുങ്ക് പാത്രത്തിലുള്ള പൂക്കള്, ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ വാപ്പ പതുക്കെ ചില്ല് നീക്കി, അത് ഒന്നെടുത്തു. തിരിച്ചും മറിച്ചും ഒക്കെ നോക്കണതിൻ്റെ ഇടയിൽ വയസ്സായ കൈ, വിറക്കണ കൈ നിലത്ത് കണ്ട് വീണു. മാർബിൾ തറയിൽ വീണു, ഗ്രാനൈറ്റ് തറയിൽ വീണു. അത് പൊട്ടി ചിന്ന ഭിന്നമായി, ആകെ ചിന്നി ചിതറി. ഈ കിടികിടി എന്ന ശബ്ദമാണ് ആര് കേട്ടത്? മകൻ കേട്ടത് അടുക്കളയെന്ന്. എന്തോ ഒന്ന് സംഭവിച്ചിട്ട് മൂപ്പരിങ്ങനെ വരിക. വരുമ്പോഴേക്ക് ബാപ്പതൻ വീണോടുകൂടി ബേജാറില്ല. പടച്ചോനെ, അല്ലെങ്കിൽ തന്നെ എൻ്റെ അയമൂട്ടി ആള് കുറച്ച് മോശ. ഇനിയിപ്പൊ എന്തൊക്കെയാ സംഭവിക്കാറില്ല, ഓന്റെ ഈ മുത്ത് പോലുള്ള ഈ സാധനം നഷ്ടപ്പെട്ടതിന്. ഈ ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ വന്നിട്ട് ഛേ എന്ന് പറയുന്നു. കഴിഞ്ഞില്ലേ കഥ? അല്ലെങ്കിൽ എന്തിനാ തന്തേ ആവശ്യമില്ലാത്തോടത്ത് കയ്യും കാലും ഇടാൻ പോണെന്ന് ചോദിച്ചു വന്നിട്ട് ഫലാ തൻഹർഹുമാ, അരുത്. അതാണ് രണ്ടാമത്തത്. എന്നാലോ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അനുവദിക്കപ്പെട്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ കൈയിട്ടതും എടുത്തതും ഇയാളെ 10,000-10,000 ഉറുപ്യ കൊടുത്തിട്ട് കൊണ്ടുവന്ന സാധനം പൊട്ടിച്ചതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സംഗതി ശരി തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോൾ ഇയാള് ഈ സാധനം നഷ്ടപ്പെട്ടതോ ഇതിന്റെ വിലയോ അല്ലെങ്കിൽ മാർബിള് കേടുവന്നതോ ഒന്നും ആകരുത് വിഷയം. പിന്നെന്ത് ചെയ്യണം? ഓടി വന്നിട്ട് ഇയാൾ ചോദിക്കുക, എന്തിനാ വാപ്പാ നിങ്ങളത് എടുത്ത്? വീണ് നിങ്ങളെ കാലിൽ തട്ടിയോ, കാല് മുറിഞ്ഞോന്ന് ചോദിക്കണം. കാല് മുറിഞ്ഞോന്ന് ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോൾ വാപ്പാക്ക് തോന്നും, എൻ്റെ അയമുട്ടി സംഗതി കുറെ മാറീന്, പഴയ മാതിരിയല്ല. കാരണം ഇവന്റെ മാർബിളും ഈ സാധനമൊന്നും അല്ല വലുത്, ഈ 90 വയസ്സായ എൻ്റെ കാല അപ്പോഴും വലുത് എന്ന് വാപ്പാക്ക് തോന്നിക്കിട്ടിയാൽ അൽഹംദുലില്ലാ. ഇതാണ് വഖുല്ലഹുമാ ഖൗലൻ കരീമാ. സ്നേഹമുള്ള സംസാരമാണ് മാതാപിതാക്കളോട് നിങ്ങൾ നടത്തേണ്ടത്. അൽഹംദുലില്ലാ. അള്ളാഹു നല്ല നിലക്ക് മാതാപിതാക്കളുടെ കുരുത്തം വാങ്ങുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നല്ല നിലക്ക് മാതാപിതാക്കളുടെ കുരുത്തം വാങ്ങുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ഇനി അതാ 1-2 വാക്കുകളും കൂടെ ഉണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അതും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയണം. അതും കൂടെ ഇന്ന് പറയണം. 2 വാക്യങ്ങളും കൂടെ അതിൽ വിശദീകരിക്കാനുണ്ട്. അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരോടും ഉണർത്താനുള്ളത്, നമ്മൾ സാധാരണ ചൊല്ലാറുള്ള അംതത്വത്തിലൂ, അത് നമുക്ക് ഇടക്ക് ചൊല്ലിയിട്ട് പിന്നീട് ദുആ ചെയ്ത് ശേഷമുള്ളത് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പിരിയും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇടക്ക് അംതത്വത്തിലൂ ചൊല്ലും, ദുആരക്കും, പിന്നെയും കുറച്ചു നേരം പ്രസംഗിക്കും. 2 മണിക്കൂറാകുമ്പോൾ പ്രസംഗം നിർത്തും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഖൽബ് മദീനയിലേക്ക് തിരിച്ചു പിടിക്കുക. എന്നിട്ട് അംതത്വത്തിലൂ എല്ലാവരും ഭംഗിയായിട്ട് ചൊല്ലണം. അംതത്വത്തിലൂ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി വസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ. ചൊല്ലി കൊടുക്കും. ഞാൻ അടുത്ത് ചൊല്ലും. അപ്പൊ ചൊല്ലിയാ
والحبيب العربي أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منسينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي ارتكبت على الخطا غير هسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي نرجو إلى كأس هولك للأتاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي فهتهب لنا في القيامة مشفقا وأهلنا إن ضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي صلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇതുവരെ ഞങ്ങൾ ചെയ്ത സുഹൃതങ്ങൾ, പറഞ്ഞത് കേട്ടത്, ഞങ്ങൾ ചൊല്ലിയ തിരുനബിയുടെ മദ്ഹുകൾ, സ്വലാത്തുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് രണ്ടു വീട്ടിലും നീ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഹായിബാക്കല്ല അല്ലാഹ്. ഉമ്മന്റെയും വാപ്പന്റെയും പൊരുത്തം വാങ്ങുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അവരുടെ പൊരുത്തക്കേടുകൾ സമ്പാദിക്കുന്നവരിൽ പെടുത്തല്ല അല്ലാഹ്. പടച്ചോനെ, കുരുത്തക്കേടുകൾ വാങ്ങല്ല അല്ലാഹ്. അവരുടെ കുരുത്തം നൽകണേ അല്ലാഹ്. കുരുത്തക്കേടുകൾ വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാഹ്. അവരുടെ കുരുത്തക്കേടുകൾ ഞങ്ങളെ കൊണ്ട് വാങ്ങിക്കരുത് റഹ്മാനെ. പടച്ചോനെ, അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ തട്ടല്ല അല്ലാഹ്. കടങ്ങൾ വീട്ടണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. കെട്ടിക്കാനുള്ള മക്കൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. കെട്ടാനുള്ള ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷവും ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കയ്യൊടിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ കയ്യൊടിക്കല്ല റഹ്മാനെ. ഞങ്ങളെ കച്ചവടത്തിൽ, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കയ്യൊടിക്കല്ല റഹ്മാനെ. അല്ലാഹുമ്മ അർഹംനാ ഇല്ലം തർഹംനാ ഫമൻ യർഹമുനാ ഫർഹംനാ യാ റാഹിമൽ മസാകീൻ. പടച്ചവനെ, അർഹമുർ-റഹീമായ റബ്ബേ, പൊള്ളുന്ന ചില വചനങ്ങൾ കേൾക്കുമ്പോൾ ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും ഒക്കെ ഞങ്ങളെ ചിന്തിപ്പിക്കുന്നു. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്ദി കെട്ടുപോയ പലരുമുണ്ട്. പടച്ചവനെ, അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്.
അള്ളാഹുവേ ആ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാ. പടച്ചോനെ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. പടച്ചോനെ മാതാപിതാക്കൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയാതെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. പടച്ചോനെ എന്നും തീരാത്ത സങ്കടമാണ്. അന്ന് ബോധമുണ്ടായില്ല, ഇപ്പോഴാണ് മാതാപിതാക്കളുടെ വിലയറിഞ്ഞത്, ഗൗരവമറിഞ്ഞത്. പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഉമ്മ ഉപ്പമാർക്ക് നീ ദറജ ഉയർത്തണേ അല്ലാ. നീ ദറജ ഉയർത്തണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ഇനി പറയുന്നത്, സ്നേഹത്തിൽ നിന്നുള്ള എളിമയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി. എന്താണ് പറഞ്ഞത്? മാതാപിതാക്കളുടെ മുമ്പിൽ എളിമയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാതാപിതാക്കളെ മുമ്പിൽ ആരും വണ്ണം വെക്കരുത്. പഠിച്ചോ, മാതാപിതാക്കളുടെ മുമ്പിൽ ഒരാളും വണ്ണം വെക്കരുത്. സംഗതി ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, വലിയ മുതലാളിയായിരിക്കാം, പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, ചീഫ് മിനിസ്റ്റർ ആയിരിക്കാം, അല്ലെ, MLA ആയിരിക്കാം, MP ആയിരിക്കാം, വലിയ ആലിമായിരിക്കാം, തങ്ങളായിരിക്കാം, ജനങ്ങളൊക്കെ കൈപിടിച്ച് മുത്തുന്ന, കാണുമ്പോ തക്ബീർ വിളിക്കുന്ന നേതാവായിരിക്കാം. പക്ഷേ സ്വന്തം ഉമ്മാന്റെ ഉപ്പാന്റെ മുമ്പില് വണ്ണം വെക്കരുത്. ആ ഉമ്മാന്റെ ഉപ്പാന്റെ മുന്നില് ശരിക്കും അവരെ കാൽക്കലിരിക്കണം, അവിടെ ചെറുതാവണം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. എത്ര ഭംഗിയായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം അന്ന് ചെറിയ കുഞ്ഞായിരുന്ന അന്ന് ചോര കുഞ്ഞ് സംസാരിച്ചപ്പോ സംസാരിച്ചത് എന്താ? അള്ളാഹു എന്നെ എൻ്റെ മാതാവിനോട് എൻ്റെ മാതാവിന് ഗുണം ചെയ്യാനാണ് അള്ളാഹു എന്നെ പഠിപ്പിച്ചത് എന്ന് കന്നി സംസാരത്തില് അവിടെ നിന്ന് നീണ്ടു പറഞ്ഞ വാചകങ്ങളിൽ ഒരു വാചകം അതായിരുന്നു, എൻ്റെ മാതാവിന് ഗുണം ചെയ്യണം. പിതാവ് ഈസനബിക്കില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വാപ്പാനോട് കടപ്പാടില്ല, ഉമ്മാനോടല്ലേ കടപ്പാടുള്ളൂ. അപ്പൊ ഉമ്മാനെ മാത്രം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാരും അങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എന്തൊരു സ്നേഹമായിരുന്നു ഉമ്മാനോട്, അല്ലേ? 6 വയസ്സുള്ളപ്പോ ഉമ്മ പോയിട്ടുണ്ട്. എന്നാലും ആ ഉമ്മയുടെ ഖബറിങ്കൽ പോയിട്ട് റസൂലുള്ള പൊട്ടിക്കരയാണ്, അല്ലേ? സ്വഹാബത്തൊക്കെ കണ്ടിട്ട് കരഞ്ഞില്ലേ? ഉമ്മാന്റെ ഖബറും പുറത്ത് നിന്ന് കരയുന്ന മുത്തുനബിയെ കണ്ടപ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ വാപ്പാന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ്. അതുകൊണ്ട് മക്കളെ, അവർക്ക് നിങ്ങൾ വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. ചിറക് വിരിച്ച് പറക്കാനാകുന്നതോടുകൂടെ അവരെ വിട്ട് നിങ്ങൾ പറന്നകന്നുകൂടാ. ഇന്നിപ്പോ പലപ്പോഴും മക്കൾ ചെയ്യുന്നത് അങ്ങനെയാ. ചിറക് വിരിച്ച് പറക്കാനാകുന്നതോടുകൂടെ ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട, അല്ലെ, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവര് പറന്നു പോകും. പിന്നെ ആ വാപ്പാക്കും ഉമ്മാക്കും ഓലെ കാണാൻ പൂതിയാവുകയാണ്. അവര് സൗകര്യത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവര് കോഴിക്കോട് സിറ്റിയിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ മലപ്പുറം സിറ്റിയിലാണ് താമസിക്കുന്നത്. ഉമ്മയും ഉപ്പയും ആ പഴയ ഗ്രാമത്തിൽ തന്നെ. സൗകര്യത്തിന്റെ പേര് പറഞ്ഞ് നാട് താമസം മാറ്റുന്നതിനൊന്നും വിരോധിക്കല്ല, അതിനൊന്നും എതിർക്കല്ല. പക്ഷെ ഉമ്മനെയും ഉപ്പനെയും ഒരിക്കലും ഒറ്റക്ക് തറവാട്ട് പുരയിലിട്ട്, എത്രയോ മക്കളുണ്ട് ഉമ്മയും ഉപ്പയും വയസ്സുകാലത്ത് തറവാട്ട് പുരയിൽ ഒറ്റക്ക് കഷ്ടപ്പെട്ട് കഴിയുന്നു. മക്കളൊക്കെയോ ഉന്നത വിദ്യാഭ്യാസമുള്ളത്. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, എല്ലാവർക്കും അത് രസിക്കുമോ എന്നറിയില്ല. ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നത വരുമാനവുമുള്ള ആളുകളാണ് മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ പന്ത് തട്ടുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപൂർവം ചിലർ നോക്കുന്നുണ്ട്. എന്നാൽ അധിക ആളുകളും ഈ നല്ല ജോലിയും നല്ല ഏർപ്പാടും ഒക്കെ തരപ്പെട്ടവരാണ് പലപ്പോഴും ഉമ്മാനെയും ബാപ്പാനെയും ഒഴിവാക്കുന്നത്. ഞാൻ പറയുന്നു, പറ്റില്ല. വയസ്സാകുമ്പോ നിന്നെയും നിന്റെ സഹോദര സഹോദരിമാരെയും ഒക്കെ ആവശ്യമുള്ള സമയത്ത് ഈ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിറക് വിരിച്ചു കൊടുക്കണം. നിന്റെ ചിറക് നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് ഇങ്ങനെ വിരിച്ചു കൊടുക്കും.
എന്നിട്ട് ആ ചിറകിന്റെ ഉള്ളിലേക്ക് കുട്ടികളൊക്കെ അങ്ങോട്ട് കടത്തിയിട്ട് വല്ല പരുന്തോ അതൊക്കെ വരികയാണെങ്കിലേ ആ ചിറകിന്റെ ഉള്ളിലേക്ക് കുട്ടികളെ അങ്ങോട്ട് വെച്ചിട്ട് ഒരടക്കിപ്പിടുത്തമുണ്ട്. കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് എവിടെയാ? ചിറകിന്റെ കീഴിൽ, അല്ലേ? എന്നതുപോലെ നിന്നെ ആവശ്യമുള്ള ഒരു സമയത്ത്, പരസഹായം ആവശ്യമുള്ള സമയത്ത് നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും ഒറ്റക്കാക്കരുത്, അവരെ വിട്ട് നീ പറക്കരുത്, പോകരുത്. അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. എത്ര സന്തോഷത്തിലാണ് പടച്ചോന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. വല്ല വളച്ചു കെട്ടുകൊണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് നേരെ ചൊവ്വേ പറഞ്ഞു തരുന്നു. നമ്മൾ ഉൾക്കൊണ്ടാ മതി. സൗകര്യത്തിന്റെ പേര് പറഞ്ഞൊരു പക്ഷേ സിറ്റിയിലേക്ക് താമസം മാറ്റുന്നു, പക്ഷേ ഉമ്മാനെ ഉപ്പാനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എത്ര ആളുകൾ നല്ല മട്ടത്തിൽ ഉമ്മാനെ ഉപ്പാനെയും പരിചരിക്കുന്നവരുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് പറയാണ്, ചിറക് വിരിച്ച് പറക്കാനാകുന്നതോടുകൂടെ നേരത്തെ പറഞ്ഞതുപോലെ ബൈ ബൈ പറഞ്ഞ് പറക്കരുത്. മറിച്ച് നിങ്ങൾ ആ ഉമ്മക്കും ഉപ്പക്കും നിങ്ങളെ ചിറക് വിരിച്ചു കൊടുക്കണം, താഴ്ത്തി കൊടുക്കണം. അതിനകത്ത് അവർക്ക് നിങ്ങൾ സംരക്ഷണം നൽകണം. ഞാൻ പൈസ കൊടുക്കണില്ലേ? സംഗതി വൃദ്ധസദനത്തിലായാലും ഭക്ഷണത്തിന് കാശ് കൊടുക്കുന്നത് ഞാനല്ലേ? ഫീസ് അടക്കുന്നില്ലേ? ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. ആയില്ല. പൊന്നുമോനെ, പൊന്നുമോളെ, നീ അടുത്തിരുന്ന് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ വിഷമിക്കുന്ന നിന്റെ മാതാപിതാക്കളുടെ ദേഹത്തിലൊന്നൊഴിഞ്ഞു കൊടുക്കുന്നെങ്കിൽ ആ ഉമ്മന്റെ ചുറ്റും ഇരുന്ന് ഒരു 25 പരിചാരകരെ നീ ഇരുത്തിയിട്ട് ഒപ്പം ഒഴിഞ്ഞു കൊടുത്താൽ, അവരൊഴിഞ്ഞു കൊടുത്താൽ, നീ ഒറ്റക്കിരുന്നൊരു തവണ ഒഴിയുന്നതിന്റെ സമാധാനം ഉമ്മന്റെയും ഉപ്പന്റെയും ഖൽബിന് ലഭിക്കൂല. അവിടെയാണ് വിഷയം. സ്വന്തം ജന്മം നൽകിയ മകന്റെ കൈത്തലപ്പ് കൊണ്ട്, ആ മകളുടെ കൈത്തലപ്പ് കൊണ്ട് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുമ്പോ എന്തൊരു സന്തോഷമാണ്, എന്തുമാത്രം നിറഞ്ഞ ഹൃദയമാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. മാതാപിതാക്കളെ നോക്കണം, അവരെ നോക്കണം, നന്നായി നോക്കണം. അവരെ വെറുത്തു പോകരുത് കേട്ടോ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അവസാനം അല്ലാഹ് പറയുന്ന ഒരു വാക്ക്, അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. വഖുൽ, ഓ മനുഷ്യ, നീ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇപ്പൊ എന്തു പറഞ്ഞു? ഉമ്മാനും ബാപ്പാനും ശരിക്കും നോക്കണം, അവരോടുള്ള പെരുമാറ്റം സൂക്ഷിക്കണം, നല്ല സ്നേഹമുള്ള പെരുമാറ്റമായിരിക്കണം ഉമ്മാനോടും ബാപ്പാനോടും കാണിക്കേണ്ടത്. അബദ്ധങ്ങളൊന്നും ചെയ്യരുത്, പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, അടുത്ത ഭാഗം എന്താ പറയുന്നത്? ഇതൊക്കെ നീ ചെയ്തു കൊടുത്താൽ എല്ലാ നിലക്കും ഉമ്മാനും ബാപ്പാനെയും അങ്ങോട്ട് തൊട്ടിരിയിലിട്ടാണ്ട് ആട്ടി, എന്നാലും നിന്റെ ബാധ്യത തീരൂല. നമ്മളെ തൊട്ടിരിയിലിട്ട് ആട്ടിയതല്ലേ എന്ന് വിചാരിച്ച് തൊട്ടിരിയിലിട്ട് ആട്ടി ഉമ്മാനെയും ബാപ്പാനെയും. അങ്ങനെ നോക്കിയാലും ബാധ്യത തീരൂല. പിന്നെ അത് ദുആ കൊണ്ട് മാത്രമേ തീരുള്ളൂ. അതിനാണ് അവസാനം ഒരു ദുആ ഫിറ്റ് ചെയ്തത്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖുൽ, നീ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്താണ് ആ പ്രാർത്ഥന? എല്ലാവർക്കും കാണാതെ അറിയാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ ചെറുപ്പത്തിൽ അവൾ രണ്ടാളും നോക്കിയപ്പം എനിക്ക് സംരക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന സ്നേഹം പോലത്തെ സ്നേഹം അവർക്ക് നീ നൽകണേ അല്ലാഹ്. ഇതാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നെ ചെറുപ്പത്തിൽ അവർ പോറ്റി വളർത്തുമ്പോ എനിക്ക് തന്ന ഒരു സ്നേഹമുണ്ട്, അതുപോലത്തെ സ്നേഹം അവർക്ക് കൊടുക്കണം. അതാ കമാ റബ്ബയാനി സഗീറ. അബു സഊദ്, ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ വിശദീകരിച്ചത് അങ്ങനെയാണ്. അതിന്റെ അർത്ഥം, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോ എന്തൊരു സ്നേഹാണോ അവര് തന്നത്, അതേ സ്നേഹം ഇർഹംഹുമാ, നീ അവർക്ക് രണ്ടാക്കും നൽകണം. പടച്ചോനെ ഏൽപ്പിക്കുക. എന്താ കാരണം? അത് എന്നെ കൊണ്ട് കൊടുക്കാനാവൂല.
മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ പോറ്റിയപ്പം അവർ തന്ന സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം എത്ര സ്നേഹമുള്ള, എത്ര ഒലിപ്പിക്കുന്ന മക്കളാണെങ്കിലും ശരി, വാപ്പാക്കുമ്മാക്കും തിരിച്ചു കൊടുക്കാൻ കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? അത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കും, ഈ ആയത്ത് വിശദീകരിച്ചിട്ട്. കേട്ടോ, അപ്പോഴാണ് ഇതിന്റെയൊക്കെ അർത്ഥറിയാം. നമ്മൾ പള്ളിയിലെ ഇമാമിങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ദ്വാരക്കുമ്പോ നമ്മളിങ്ങനെ കേട്ട് അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ കാണാപ്പാടായത് അല്ലേ? റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി, ഇതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഓർമ്മ വരിക. ഇതിന്റെ ഗൗരവം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉമ്മയും ബാപ്പയും ഞമ്മക്ക് തന്ന സ്നേഹം ഉമ്മാക്കും ബാപ്പാക്കും ഞമ്മക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയൂല. അപ്പൊ അള്ളാനെ ഏൽപ്പിക്കുക, പഠിച്ചോനെ നീ കൊടുത്താളാ, നിനക്ക് പിന്നെ കൊടുക്കാൻ കഴിയാത്തത് ഏതുമില്ലല്ലോ. അവരെനിക്ക് തന്നതുപോലുള്ള സ്നേഹം നീ തിരിച്ചു കൊടുക്കണം. എന്താ കാരണം? ചെറുപ്പത്തിൽ വാപ്പയും ഉമ്മയും നമ്മളെ പോറ്റുമ്പോ തന്ന സ്നേഹം അത് അതുല്യമാണ്, നിസ്തുലമാണ്. ലോകത്തതിന് സമാനതകളില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയുന്നു. വേഗം തിരിയാൻ വേണ്ടിയിട്ടാണ് നാടൻ ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണ്. വേഗം അങ്ങോട്ട് തിരിയും ഇൻഷാ അല്ലാഹ്, തിരിയാത്ത ആരും ഉണ്ടാവില്ല. ചെറുപ്പത്തില് 6 മാസം പ്രായമുള്ളപ്പം, ഒരു വയസ്സായിട്ടില്ല, 6 മാസം പ്രായമുള്ളപ്പോൾ നിങ്ങൾക്കൊരു വലിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 2 3 വയസ്സുള്ളപ്പം, എങ്ങനെയാകാം? ഉമ്മ പറഞ്ഞ ഓർമ്മ ഉണ്ടാകും ചിലപ്പോൾ, അല്ലെ? ചിലർക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവും. നിന്നെ കൊണ്ട് 6 മാസം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഞാനും വാപ്പി നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നൊക്കെ ഉമ്മ വലുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ആ ഓർമ്മ നമുക്കുണ്ടാവും. അന്ന് 6 മാസം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 6 മാസമായ കുട്ടിയെയുമായിട്ട്, അല്ലെങ്കിൽ 2 3 വയസ്സായ കുട്ടിയെയുമായിട്ട് ഈ ഭീകരമായ രോഗം ഒന്ന് സുഖപ്പെട്ട് കിട്ടാൻ ഉമ്മയും വാപ്പയും ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു? തലങ്ങും വിലങ്ങും. ഈ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ വരാന്തയിൽ ഇങ്ങനെ നടന്നു. രാത്രി കരയുമ്പോൾ ഈ കുട്ടിനെ തോളിലിട്ട് ഉറങ്ങാതെ കുട്ടിയെ താരാട്ട് പാടി സമാധാനിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ ഉമ്മ ഉറങ്ങണില്ല, രാവിലെ ഉറങ്ങില്ല, രാത്രി ഉറങ്ങില്ല. എപ്പോഴെങ്കിലും ഒന്ന് ചുരുണ്ടുറങ്ങാൻ ശ്രമിക്കും, വേറെ ആരെങ്കിലും സഹായത്തിനുണ്ടാവുമ്പോൾ, അത്രമാത്രം. അങ്ങനെ 6 മാസം സഹിച്ചു. നിന്റെ വാപ്പ പുറത്ത് കൊതുകിന്റെ കടി കൊണ്ട് കിടന്നു. എപ്പോഴെങ്കിലും ഒന്ന് ആ വാപ്പ ആലോചിച്ചോ? എന്ത്? പഠിച്ചോനെ, ഈ കൊതുകിന്റെ കടി എന്നാ ഒന്ന് തീർന്നിട്ടാ? ചിന്തിച്ചിട്ടില്ല. ഈ ഉമ്മ ആലോചിച്ചോ? പഠിച്ചോനെ, ഈ ഹോസ്പിറ്റൽ വരാന്തയിലെ ഈ ചുറ്റൽ എന്നാ ഒന്ന്, ഈ തവാഫ് എന്താ ഒന്ന് തീർന്നിട്ടാ? ആലോചിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, പഠിച്ചോനെ ഈ രോഗം സുഖപ്പെട്ട് എത്ര കാലം വേണമെങ്കിലും നോക്കിക്കോളാം എന്റെ കുട്ടിനെ, പക്ഷേ ഇതൊന്ന് സുഖപ്പെട്ട് എന്റെ കുട്ടി ആരോഗ്യവാനായി വളർന്ന് വലുതായി മദ്രസയിൽ പോയി, സ്കൂളിൽ പോയി, 1ാം റാങ്കുമായിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് സന്തോഷിക്കണം. എന്നിട്ട് അവൻ വളരണം, വലുതാവണം, വലിയ പണ്ഡിതനാവണം, വലിയ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, വലിയ മുതലാളിയാവണം. എന്നിട്ട് അവൻ ഇങ്ങനെ കയറി വരുന്നത് വയസ്സുകാലത്ത് പൂമുഖത്തിരുന്ന് കണ്ട് സന്തോഷിക്കണം. ഈ ഉമ്മന്റെ ഉപ്പന്റെ മനസ്സിലുള്ളത് ഈ ഒരൊറ്റ ചിത്രമാണ്. അതേസമയം ഈ ഉമ്മക്കും ഉപ്പക്കും വയസ്സായി. വയസ്സാവുമ്പോ ഇവര് ഇതുപോലെ കോളേജിൽ കൊണ്ടുപോയി നോക്കേണ്ട ഒരു കാലം വരും. അന്ന് നിന്റെ പെങ്ങളും നീയും, കെട്ടിച്ച പെങ്ങളും വന്നു ഉമ്മാനിപ്പാനെ നോക്കാൻ, ഉമ്മാനെ നോക്കാൻ വന്നു. പെങ്ങള് ഹോസ്പിറ്റലിന്റെ അകത്തുണ്ട്, നീ പുറത്തുണ്ട്. അന്ന് നിനക്ക് വേണ്ടി ഈ ഉപ്പ പുറത്ത് കിടന്നപ്പോ, അല്ലെങ്കിൽ ഈ ഉമ്മ ഉള്ളിൽ കിടന്നപ്പോ, ഒരു സമയത്ത് പോലും ഇതെന്നാ തീർന്നു കിട്ടുകയെന്ന് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഈ പെങ്ങള് പാപ്പാനിമ്മാനി ഇങ്ങനെ നോക്കി കൂടുമ്പോ ഒരാഴ്ചയൊക്കെ തിരക്കിടുണ്ടാവില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പെങ്ങൾക്ക് ഇങ്ങനെ ചിന്ത വരികയാണ്, പുതിയാപ്പളുണ്ട്, 3 കുട്ടികളുണ്ട്, മദ്രസയിൽ പോകാനായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല, ആകെ വിഷമത്തിലാണ്. ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ അവള് അറിയാതെ അവളെ മനസ്സ് ഇങ്ങനെ മന്ത്രിക്കും, എപ്പോഴാണാവോ ഈ ഹോസ്പിറ്റലിൽ ഈ കെട്ടിച്ചുറ്റലൊന്ന് അവസാനിച്ച് കിട്ടുക അല്ലേ? എന്നും രാത്രി വീട്ടിലേക്ക് പോയി രാവിലെ അങ്ങോട്ട് വരുന്ന ആങ്ങള ബസ്സിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, കോളേജിൽ നിന്ന് വീട്ടിക്ക്, വീട്ടിൽ നിന്ന് കോളേജിക്ക്, കോളേജിൽ നിന്ന് വീട്ടിക്ക്, വീട്ടിൽ നിന്ന് കോളേജിക്ക്. പഠിച്ചോനെ ഈ ഒരു യാത്ര എന്നാണാവോ ഒന്ന് അവസാനിച്ചിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴാ വാപ്പയൊന്ന് മരിച്ചിട്ടുക അല്ലേ? അപ്പോഴല്ലേ ഇത് അവസാനിക്കുക? എപ്പോഴാ ഉമ്മയൊന്ന് മരിച്ചു കിട്ടുക? എന്നത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ഒരു നിമിഷം പോലും ഈ 6 മാസം പ്രായമുള്ള സമയത്ത് നിനക്ക് ഇത്രയും മഹൂഫായ അപകടകരമായ രോഗം വന്നിട്ട് നിന്റെ ഉമ്മയും ഉപ്പയും ഇതെന്നാ ഒന്ന് തീർന്നു കിട്ടാന്ന് ആഗ്രഹിച്ചിട്ടില്ല. മരിച്ചിട്ടിയാൽ സംഗതി കഴിഞ്ഞല്ലോ, അവരും ഇടങ്ങേറ് കഴിച്ചിലായല്ലോ, വേറെ ഉണ്ടല്ലോ 2 3 മക്കള്. ഇല്ല, ചിന്തിച്ചിട്ടില്ല. ഇത് സുഖാകണം, 2 കൊല്ലാണെങ്കിലും കൂടിക്കോളാം, അതാ മനസ്സിലുണ്ടായിരുന്നത്.
അപ്പോ ഞമ്മളെ ചെറുപ്പത്തിൽ സംരക്ഷിക്കുമ്പോ ഞമ്മക്ക് തന്ന സ്നേഹം വലുപ്പത്തിൽ അവർക്ക് കൊടുക്കാൻ കഴിയൂല. എത്ര നോക്കണ മക്കളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊങ്ങി വരും. എപ്പോഴാണാവോ? അപ്പോഴാണ് ഇതുപോലുള്ള മജ്‌ലിസുകളുടെയൊക്കെ ചാരത്ത് വന്ന് ഓരം പറ്റി ഇങ്ങനെ നിൽക്കും. ഉസ്താദേ ഒരു കാര്യം പറയാണ്ട് എന്തേ? അപ്പൊ ഇങ്ങനെ പറയാം, അപ്പ കിടന്ന കിടക്കത്തിലാണ്, ഉമ്മ 6 മാസമായി ബെഡിൽ തന്നെയാണ് മൂത്രവും കാഷ്ടവും ഒക്കെ, ഞാനും പെണ്ണുങ്ങളും ഒക്കെ നോക്കി മടുത്തിട്ടുണ്ട്, 6 മാസം കഴിഞ്ഞു. ഏതായാലും ഉസ്താദ് ഹൈറ് പോലെ ആകാൻ ദ്വാരക്കണം. മൂപ്പര് പറയണ ഹൈറ് പോലെ ആകാൻ ദ്വാരക്കണം. ഇത് അന്നം തിന്നണ നമുക്കറിയില്ല, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്? ഇയാൾ ഈ മോപ്പ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അന്നം തിന്നണ നമുക്കറിയില്ലേ എന്ന് പറഞ്ഞാൽ ഒന്ന് മരിച്ചിട്ടാ ദ്വാരക്ക് ഉസ്താദേ തന്നെ. പിന്നെ പറയാൻ പറ്റുന്ന രൂപത്തിൽ അതൊന്ന് മൊഞ്ചാക്കുക എന്നുള്ളൂ ഹൈറ് പോലെ ആകാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് ഇത് മനുഷ്യന്മാരുടെ ഹാലാണ്, അങ്ങനെയാണ്. ദ്വാരപ്പിക്കണ്ട, ഉമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞോട്ടെ എന്നൊന്നുമല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ മനുഷ്യന്റെ ഹാൽ അങ്ങനെയാണ്, പെട്ടെന്ന് മടുക്കും. അവിടെയാണ് അള്ള പറഞ്ഞത്, മക്കളെ നിങ്ങളെ ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിൽ നിങ്ങൾക്ക് തന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് റബ്ബിനോട് പറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ അവര് പോറ്റി വളർത്തുമ്പോ തന്ന സ്നേഹം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല പടച്ചോനെ, നീ കൊടുക്ക് റബ്ബേ ആ സ്നേഹം, നീ കൊടുത്താളാ എന്നാ തികയും. അള്ളാനോട് പറഞ്ഞേൽപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയോടുകൂടെ ഒരു മുസ്ലിം മാതാപിതാക്കളോടുള്ള ബാധ്യതയെന്ന് ഒഴിവാവുള്ളൂ. അതുകൊണ്ടാണ് 5 വഖത്തിലും ഇത് ദ്വാരക്കണം എന്ന് പറയാൻ കാരണം. കാണാതെ പഠിച്ചു വെച്ച് ദ്വാരക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എത്ര ഫിറ്റ്! ആ പദപ്രയോഗത്തിന്റെ ഒക്കെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര. എന്നാൽ ഈ പ്രഭാഷണമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇന്നത്തെ പ്രഭാഷണം ഇങ്ങനെ കേട്ടപ്പോ പലർക്കും തോന്നുന്നുണ്ടാകും, പടച്ചോനെ ഉമ്മയും വാപ്പയുമായി തെറ്റിപ്പോന്നു, ഉമ്മയും വാപ്പയുമായി തെറ്റിപ്പോന്നു. പിന്നെ ആ വീട്ടിലേക്ക് ഞാൻ പോയത് വാപ്പ മരിച്ച അന്നാ, ഉമ്മ മരിച്ച അന്നാണ്. ഇങ്ങനെയൊക്കെ 100 കൂട്ടം സങ്കടങ്ങൾ പറയാനുള്ളവർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സദസ്സിലുണ്ടാവാം. ഉസ്താദേ ഇനി എന്താണ് എന്റെ മുമ്പിലുള്ള ഒരു പരിഹാരം? ഉമ്മാനും ബാപ്പാനും നോക്കണമെന്ന് ജീവിതത്തിൽ എനിക്ക് തോന്നിയില്ല. ഇനി ഇത് പരിഹരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ? ആദ്യം ഞാൻ പറയാണ്, പൊന്നുമോനെ കേട്ടോ, ആദ്യം എനിക്ക് പറയാനുള്ളത്, നീ ചെയ്തത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ജീവിതകാലത്ത് നിന്റെ ഉമ്മനെയും ഉപ്പനെയും വെറുപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ നിനക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ്. സംശയിക്കണ്ട. നിന്റെ ജ്യേഷ്ഠൻ നോക്കി, അനുജൻ നോക്കി, നീ നോക്കിയില്ലല്ലേ? അവരുടെ ഭാഗ്യം, നിന്റെ കഷ്ടം. എന്നാലോ നിനക്ക് വീണ്ടെടുക്കാൻ വല്ല മാർഗവും ഉണ്ടോ? മരിക്കുന്നതിന്റെ മുമ്പ് മുത്തുനബി പറയുന്നു ഉണ്ട്. കേൾക്കാൻ താല്പര്യം ഉണ്ടാകും. മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലല്ലാതെ മാതാപിതാക്കൾ മരിച്ചുപോയവർ ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇന്നൽ അബ്ദ ലയമൂതു വാലിദാഹു ഔ അഹദുഹുമാ. ഒരാളുടെ വാപ്പയും ഉമ്മയും മരണപ്പെടുന്നു, അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ മരണപ്പെടുന്നു. ഓ ഇന്നഹു ലഹുമാ ആഖ്, ഇവൻ അവരെ രണ്ടാളെയും വെറുപ്പിച്ചവനാണ്. ഈ അവസ്ഥയിൽ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു. ഫലാ യസാലു യദ്ഉ ലഹുമാ, എന്നാൽ അവൻ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹത്താ യക്തുബഹുല്ലാഹു ബാറൻ ബിഹിമാ, ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല കുട്ടി എന്ന് അല്ലാഹ് ഇവന്റെ കർമ്മ പുസ്തകത്തിൽ ഇവനെ പറ്റി രേഖപ്പെടുത്തുന്നതുവരെ ദ്വാരക്കണം. മാതാപിതാക്കൾക്ക്, മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറിങ്കൽ ചെല്ലുക. ആണുങ്ങളോടാ പറഞ്ഞത്. പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് കരഞ്ഞ് യാസീനോദി ദ്വാരക്കുക. പടച്ചോനെ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, ഓത് യാസീൻ, ഓത് ഫാത്തിഹ, ഓത് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ, ഖുർആൻ ഓദിക്കോ, ദിക്റ് ചൊല്ലിക്കോ, ഉമ്മാക്കും ഉപ്പാക്കും ഹദിയ ചെയ്തോ, ദുആ ചെയ്തോ.
അങ്ങനെ കുറെ അങ്ങ് ദ്വാരക്കുമ്പം അല്ല നിന്റെ കർമ്മ പുസ്തകത്തിൽ രേഖപ്പെടുത്തും, നല്ല കുട്ടി അതങ്ങ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, നിനക്കല്ല പുറത്തു തരൂ. എന്താ കാരണം? ഇതൊരു കുറുക്കുവഴിയല്ല. ഇത് ദുന്യാവിൽ ഉമ്മാനും പാപ്പാനും നോക്കാത്തവര് പിന്നെ ദ്വാരനാലാണ്ട് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഒരു കുറുക്കുവഴി പറഞ്ഞു തന്നൊന്ന് മനസ്സിലാക്കണ്ട. ഇത് കുറുക്കുവഴിയല്ല, ഇത് നല്ല പ്രയാസമുള്ള പണിയാണ്. എന്തേ കാരണം? ഈ ഉമ്മാനും പാപ്പാനും കയ്യിൽ നിന്ന് നിലത്ത് വെക്കാതെ നോക്കിയ ജ്യേഷ്ഠനും അനുജനും ഉണ്ടല്ലോ, മൂപ്പര് പള്ളിക്കാട്ടക്ക് വരല് തന്നെയല്ല, ഖബറിങ്ങൾക്ക് വരല് തന്നെയല്ല, ഒരു ഫാത്തിയോതി ദ്വാരക്കലില്ല. അതൊന്നും മൂപ്പർക്ക് കേൾക്കണ്ട. മൂപ്പര് ഇവിടെ ആളെ പോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടിയതാ. എന്നാലോ ഒരു ഉമ്മക്കും ബാപ്പക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സഹായം ആവശ്യമുള്ളത് എപ്പോഴാ? ഖബറിൽ കിടക്കുമ്പോഴാണ്. അപ്പ ചെന്നിട്ട് ഒരു മകനാട് ദ്വാരനാല് ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ ഒരു പിടിവള്ളി കിട്ടിയതുപോലെയാണ് എന്നാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പട് പറയുമ്പോ അന്ന് ഇവൻ വരാത്തതിലും കടന്നു നോക്കാത്തതിലും മരുന്നിന് കാശ് നൽകാത്തതിലും ഭക്ഷണം നൽകാത്തതിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ കാര്യം അന്വേഷിക്കാത്തതിലും ഒക്കെ വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആത്മാവ് ഇതിന്റെ സുഖം, ഇവൻ ദുആ ചെയ്യുന്നതിന്റെ സുഖം അങ്ങോട്ട് അനുഭവിക്കുമ്പോ പടച്ചോനെ അന്ന് ഇവൻ എന്നെ നോക്കിയില്ലെങ്കിലും ഇപ്പം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ഫാത്തിഹ ഓതുന്നു, ഏറ്റവും കൂടുതൽ എനിക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് എന്നെ നോക്കുന്നുണ്ടല്ലോ, പടച്ചോനെ എൻ്റെ കുട്ടി പാവാണ്, പൊരുത്തപ്പെട്ടു കൊടുത്താളാന്ന് ഉമ്മന്റെ ബാപ്പന്റെ ആത്മാവ് അങ്ങ് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇതാ വിഷയം. അതുവരെ ദ്വാരക്കണം. അത് ഏതുവരെയാണ്? നമ്മൾ മരിച്ചോളും ദ്വാരക്കുക, നമ്മൾ മരിച്ചോളും മാക്കും പാപ്പാക്കും ദ്വാരക്കുക. അപ്പോ റഹ്മാനായ റബ്ബ്, ഉദാരനായ റബ്ബ് എന്തായാലും നമ്മളെ വെറുതെ ആക്കൂല, തരും. എന്നാലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പെട്ടുപോയോരോ കാര്യപ്പോ ഈ പറയുന്നത്, നമ്മൾ വേണ്ടത് ഇപ്പൊ എന്താ? ദുന്യാവിലും അവരെ പൊരുത്തം വാങ്ങുക, മരിച്ചു പോയിട്ട് ഈ ദുആ മറ്റേ കുട്ടിക്കും നടത്താലോ. അപ്പൊ അവന് കൂടുതൽ ദർജയാണല്ലോ കിട്ടുന്നത്, അവനാണ് ഉഷാറ്. ദുന്യാവില് നോക്കി ആഖിറത്തിലും ആ വാപ്പാനെ നോക്കുന്ന ആള്, പരലോകത്തും ഖബറിൽ കിടക്കുന്ന സമയത്തും വാപ്പാക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന കുട്ടി, അവനാ നല്ല കുട്ടി. രണ്ടും ചെയ്യണം, ഒന്നുമേൽ അവസാനിപ്പിക്കരുത്, അതാ പറഞ്ഞത്. ദുന്യാവിൽ മാത്രം ചെയ്യുന്നവൻ വില കുറഞ്ഞവനാ, ആഖിറത്തിൽ മാത്രം ചെയ്യുന്നവൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ആയിപ്പോകരുത്. ദുനിയാവിൽ നിന്ന് നമ്മളെ ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം നമ്മൾ വാങ്ങണം. പക്ഷെ അയാൾ ചെയ്തത് ഇയാളിലേക്ക് അപേക്ഷിച്ച് വലിയ കാര്യമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഒപ്പിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. എല്ലാ ആഴ്ചയും മരിച്ചുപോയ വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറുകളൊന്ന് പോയി പോരുക എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമല്ല. ഒരു നാട്ടില് 100 ആളുണ്ടെങ്കിൽ 10 ആളല്ലേ ഈ പണി ചെയ്യണുള്ളൂ, അല്ലേ? ഒന്ന് നോക്ക്, പള്ളിക്കണ്ടിക്ക് എത്ര ആള് മരിച്ച ഉമ്മാന്റെയും പാപ്പാന്റെയും ഖബറുകളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് തിരിയാ, ഇതൊരു വലിയ പണി തന്നെയാണ്. ഇത് നിലനിർത്തിക്കൊണ്ടോണെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഗൾഫിൽ പോകുമ്പോ ഉസ്താദിനെ കൊണ്ടുപോയാണ്ട്, ഉസ്താദെ പാപ്പുണ്ട് ഒന്ന് തിരക്കണം, എവിടെ? ഇവിടെ എങ്ങനെ ഇനി, അല്ലെ? അങ്ങനെ പറയാം, ഖബറേ ഇവിടെ എങ്ങനെ ഇനി. കാരണം ഇവർക്ക് ഒരു ഐഡിയ ഇല്ല, ഇവർ മറവ് ചെയ്ത് പോയതാ. അങ്ങനെ ആവരുത്. ഗൾഫിക്ക് പോകുമ്പോ ഒരു ദിവസം, വരുന്ന ഒരു ദിവസം, ഇത് മതിയോ? നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ ജുമുഅക്ക് കൂടിയെങ്കിൽ മൻസാറ ഖബ്റ അബവൈഹി ഔ അഹദിഹിമാ ഗുഫിറല്ലാഹു ലഹു ഫീ കുല്ലി ജുമുഅത്തിൻ ഗുഫിറല്ലാഹു ലഹു വകുതിബ ബാറാ. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. എല്ലാ വെള്ളിയാഴ്ചയും വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബർ, അല്ലെ വാപ്പാന്റെയോ ഉമ്മാന്റെയോ ഖബർ, രണ്ടാളും മരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളതും, ഒരാളെ മരിച്ചിട്ടുള്ളെങ്കിൽ ഒരാളത്, അതുകൊണ്ടാവും അഹദിഹിമ എന്ന് പറഞ്ഞത്. ആരാ മരിച്ചതെങ്കിൽ വാപ്പയാണെങ്കിൽ വാപ്പ, ഉമ്മയാണെങ്കിൽ ഉമ്മ, വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബർ എല്ലാ ആഴ്ചയും ഒരാൾ സന്ദർശിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു, അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. ആർക്ക്? ഈ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക്. ഞമ്മക്കും ലാഭം ഉണ്ടാവുകൊണ്ടേ ഇവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹ് ഇവന് പുറത്തു കൊടുക്കും. വകുതിബ, മാത്രമല്ല ഇവനെ അള്ളാഹ് എഴുതും ബാറം ബിഹിമ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത കുട്ടി എന്ന് പടച്ചോൻ അവിടെ രേഖപ്പെടുത്തും. എല്ലാ ആഴ്ചയും എന്ത് ചെയ്യണം? വാപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിങ്ങ പോകണം, സിയാറത്ത് ചെയ്യണം. അത് ഞമ്മളെ മക്കളെ കയ്യും പിടിച്ചു കൊണ്ടുപോയിട്ട്, മോനെ ഇത് വല്ലിപ്പാന്റെ ഖബറാണ്, എന്റെ വാപ്പാന്റെ ഖബറാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. എന്റെ വാപ്പ എനിക്ക് 8 വയസ്സുള്ളപ്പോ എന്നെ വിട്ടു പിരിഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ പലർക്കും ഇതുപോലത്തെ സങ്കടങ്ങൾ പറയാനുണ്ടാകും. എന്റെ വാപ്പാനെ കണ്ണ് നിറയെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഉമ്മ ഹയാത്തിലുണ്ട്,
വാപ്പനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഓർമ്മ വെച്ച് കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല, ഓർമ്മകളുണ്ട്. 8ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അങ്ങനെ എന്റെ ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പയുടെ മകൻ. എന്റെ ഉപ്പന്റെ വലിയ കുട്ടി ഞാൻ തന്നെയാണ്, മൂത്താപ്പയുടെ മകൻ ജ്യേഷ്ഠൻ. ആ ജ്യേഷ്ഠനാണ് 11ാമത്തെ വയസ്സിൽ ഞാൻ ഓതാൻ തുടങ്ങി. പള്ളി ദർസിൽ പോയി. അന്ന് കൊണ്ടുപോയി എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് അന്ന് കാണിച്ചു തന്നതാണ് ഉപ്പയുടെ ഖബർ ഇതാണ്. ഇന്നും ഞാൻ എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ വെള്ളിയാഴ്ച എൻ്റെ വാപ്പയുടെ ഖബറിങ്ങലെത്താറുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കെന്റെ സന്തോഷം പറയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ വാപ്പന്റെ ഖബർ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ മൂത്താപ്പയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ അവനോടൊരു വല്ലാത്ത സ്നേഹം പലപ്പോഴും തോന്നാറുണ്ട്. അത് കാണിച്ചു തന്നില്ലെങ്കിൽ ഇന്നും ആ ദുആ ഉപ്പയുടെ ഖബറിന്റെ അടുത്ത് പോയി നിർവഹിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹുവേ, നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ആയിരക്കണക്കിന് വേദികളിൽ അല്ലാഹുവേ ഞങ്ങൾ കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി. ഈ ഇരിക്കുന്നവരുടെയൊക്കെ മാതാപിതാക്കൾ പലരുടേതും ഖബറിലാണ്. ഉമ്മ ഖബറിലും ഉപ്പ ഖബറിലും, ജ്യേഷ്ഠനും അനുജനും ഭാര്യയും ഭർത്താവും മക്കളും പേരമക്കളും, ഇങ്ങനെ തുടങ്ങിയിട്ട് മൂത്തമ്മ മൂത്താപ്പ വല്ലിപ്പ വല്ലിമ്മ പലരും ഖബറിലാണല്ലാ. അവരുടെ ഖബറുകൾ നീ വെളിച്ചമാക്കണേ അല്ലാ. പടച്ചവനെ, എപ്പോഴാ നീ സ്വീകരിക്കാന്നറിയില്ല അല്ലാ. ഈ സദസ്സൊന്നും ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ ഉപ്പമാർക്ക് വല്ല അദാബുമുണ്ടെങ്കിൽ നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. പടച്ചോനെ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇന്ന് ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ അവൻ സാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. പടച്ചോൻ കബൂലാക്കട്ടെ. ഇനിയും കുറേ വിഷയങ്ങൾ, മാതാപിതാക്കൾ എന്ന വിഷയം ഇവിടെ എത്തിയിട്ടില്ല. എന്നാലും നാളെ മാതാവ് എന്നത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാം. അതിനിടയിൽ സമയം കിട്ടിയെങ്കിൽ ഇന്ന് ഞാൻ ബാക്കി വെച്ച മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ തന്നെ അതിനോട് ചേർത്ത് പറയാൻ എളുപ്പമാണല്ലോ. പാപ്പ ഉമ്മ അവര് വല്ലാത്തൊരു സംഭവമാണ്. എന്ത് ചെയ്യണം? സമയം കിട്ടിയെങ്കിൽ ഞാൻ പറയും. കൃത്യം 2 മണിക്കൂറായിരിക്കും പ്രഭാഷണം നടക്കുക എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. കൃത്യം 2 മണിക്കൂർ. ആ 2 മണിക്കൂറിനുള്ളിൽ പ്രഭാഷണം അവസാനിപ്പിക്കും. ഇന്ന് നമ്മൾ 7:51 പ്രഭാഷണം തുടങ്ങിയത്, 9:51. ഞാൻ 2 മണിക്കൂർ കറക്റ്റ് പ്രഭാഷണം അവസാനിപ്പിക്കണം എന്ന് കരുതിയാണ്. ഇനി നാളെ 7:30 തുടങ്ങാൻ പറ്റിയാൽ ദിവസമായി തുടങ്ങിക്കൂടെ? എത്താൻ കഴിയൂടെ? സദസ്സ പറയേണ്ടത് 7:30 എത്താൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, 8 മണിക്കാണെങ്കിൽ 8 മണിക്ക്, 8 മണിക്കാണെങ്കിൽ 10 മണിക്ക് നിർത്തും. 7:30 തുടങ്ങിയാൽ 9:30 നിർത്തും. എപ്പോഴാ തുടങ്ങണ്ടി? 8 മണിയില്ലേ? എന്നാ പെണ്ണുങ്ങൾക്കൊക്കെ അടുത്ത് അങ്ങനെ ആക്കാം, പ്രയാസമൊന്നുമില്ല. 8 to 10 ആവും അവസാനിപ്പിക്കാൻ. സാർ പറയണത് കുറെ ആളുകൾ 9:30 തന്നെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ 7:30 തുടങ്ങണം. അങ്ങനെ ആക്കിയൂടെ? 7:30 ആക്കിയൂടെ? ഇൻഷാ അല്ലാഹ് 7:30 എല്ലാവരും എത്തുക. ഞാൻ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കരിക്കാൻ പെടുത്തും. 7:30 എല്ലാ പരിപാടിയും കഴിഞ്ഞ് തുടങ്ങണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ദുആ നമ്മൾ നേരത്തെ കഴിച്ചു, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവസാനത്തെ ദിവസം മാത്രമേ നീണ്ട ദുആ ഉണ്ടാവുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്ത് ചൊല്ലി പോവുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്